നമ്മള് ഈ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മളുടെ ചില തിരിച്ചറിവുകൾ ആണ് ഈ സെഷനിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഒരു ചോദ്യം. അഡിക്ഷൻ അഡിക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ. അഡിക്ഷൻ, ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? നല്ലതാണോ മോശമാണോ അഡിക്ഷൻ? ചാറ്റിലേക്ക് ഇട്. നല്ലതാണോ മോശമാണോ അഡിക്ഷൻ? നോട്ട് ഗുഡ്, ബാഡ്, ബാഡ്, ഓക്കെ, ബാഡ്, നോ, 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 ബോത്ത്, ഓക്കെ, ഓക്കെ, ബാഡ്, 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 യെസ്, യെസ്, ഓക്കെ. അഡിക്ഷൻസ് മൂന്ന് തരമുണ്ട്. മൂന്ന് തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് അഡിക്ഷൻ, പോസിറ്റീവ്. രണ്ട് നെഗറ്റീവ് അഡിക്ഷൻസ്. മൂന്ന് ന്യൂട്രൽ അഡിക്ഷൻസ്, ന്യൂട്രൽ. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ന്യൂട്രലും ഉണ്ട്. അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന്. അല്ല, അഡിക്ഷൻസ് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ്, മൂന്ന് ന്യൂട്രൽ. ഇവിടെ ആരൊക്കെയാണ് ഇപ്പം കുളിച്ചിട്ട് കയറിയിരിക്കുന്ന? ആരൊക്കെയാണ് ക്ലാസ്സിൽ കുളിച്ചിട്ട്? നമുക്ക് രാവിലെ കുളിച്ചാലേ ഒരു ഉഷാറുള്ളൂ അല്ലേ? ഇറ്റ്സ് ആൻ അഡിക്ഷൻ. കുളിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സുഖമില്ല. ഇറ്റ്സ് ആൻ അഡിക്ഷൻ. അതെന്താണ്? ഇറ്റ്സ് എ പോസിറ്റീവ് അഡിക്ഷൻ. എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നത്, വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ആൻ അഡിക്ഷൻ. കാരണം എന്താ? നമുക്കത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു ഒരു സുഖമില്ല. എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കുന്നത്, ഇറ്റ്സ് ആൻ അഡിക്ഷൻ. അപ്പോ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. അത് ചെയ്യുന്നതിന്റെ പരിണിത ഫലം ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ ന്യൂട്രൽ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ചെയ്തെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ അതിൽ അഡിക്റ്റഡ് ആണ്. മൂന്നാമതുണ്ട് നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻസ്. നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻസിൻ്റെ അകത്ത് വരുന്നതാണ് ആൽക്കഹോൾ, അല്ലെങ്കിൽ സിഗരറ്റ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലിയെ ശ്രദ്ധിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുന്ന. ഓൾ ദീസ് ആർ നെഗറ്റീവ് അഡിക്ഷൻസ്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യനിൽ ഈ പോസിറ്റീവും ന്യൂട്രലും നെഗറ്റീവുമായിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ടാവുന്നത്? ചില ഫാമിലിയിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ബോണ്ടിങ് വൈഫും ഹസ്ബൻഡും മക്കളും തമ്മിലുണ്ടാവും, നല്ല സന്തോഷകരമായ കുടുംബജീവിതം. അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഒരുതരം പോസിറ്റീവ് അഡിക്ഷനാണ്. അവർക്ക് പരസ്പരം, അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തോട്, അവർക്ക് മക്കളോട്, അവർക്ക് ആ ഫാമിലിയോട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കരമായ ബോണ്ടിങ്. അവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു പോസിറ്റീവ് അഡിക്ഷൻ ആണത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് നമ്മൾക്ക് ഈ അഡിക്ഷൻസ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചെയ്തു പോകുന്നത്? ഓക്കെ. ഇത് ഒരു ഹസ്ബൻഡും വൈഫും നമ്മുടെ മക്കളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫ്യൂച്ചർ ഓണേഴ്സ് ഉണ്ട്, അവരെയും കൂടെ വെൽക്കം ചെയ്യാണ്. അപ്പോ നമ്മളുടെ മക്കളും നമ്മളും ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ചില പ്രവർത്തികൾ ചെയ്യുന്നത്? എന്താണ് നമ്മൾക്ക് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത്? അങ്ങനെ നോക്കുന്ന സമയത്ത് മനുഷ്യർക്കെല്ലാവർക്കും ബേസിക് ആയിട്ട് 6 ആവശ്യങ്ങളുണ്ട്. നീഡ്. 6 ഹ്യൂമൻ ബേസിക് നീഡ്സ്. എന്താണ്? 6 ഹ്യൂമൻ ബേസിക് നീഡ്സ്, ആവശ്യങ്ങൾ. എല്ലാ മനുഷ്യനും 6 അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ട്. അപ്പം ചില കാര്യങ്ങളിൽ ഈ ഇതിന്റെ പ്രയോറിറ്റി മാറുന്നതനുസരിച്ചിട്ട് അവർക്ക് അതിനോടുള്ള താല്പര്യം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്തൊക്കെയാണ് ഈ 6 ടൈപ്പ് ഓഫ് നീഡുകൾ. ഈ 6 ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് വേണ്ട? അതാണായാലും പെണ്ണായാലും കുട്ടിയായാലും വലുതായാലും എല്ലാവർക്കും വേണ്ട 6 ബേസിക് നീഡ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് നമ്മുടെ ഭാര്യയ്ക്കുണ്ട്, ഇത് നമ്മുടെ ഭർത്താവിനുണ്ട്, ഇത് നമ്മളുടെ മക്കൾക്കുണ്ട്, ഇത് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. നമ്മൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും ഈ 6 ആവശ്യങ്ങൾ ഉണ്ട്. ഇതിന്റെ ഏറ്റക്കുറച്ചിൽ മാറുന്നതനുസരിച്ച് അവര് ജീവിതത്തിൽ കൊടുക്കുന്ന പ്രയോറിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ 6 ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. യെസ്, 1, 2, 3, 4, 5, 6.
ഒന്നാമത്തെ നീഡാണ് സർട്ടനിറ്റി. സർട്ടനിറ്റി അല്ലെങ്കിൽ അഷുറൻസ് എന്ന് പറയും. അഷുറൻസ്. അഷുറൻസ് എന്താ? ഉറപ്പ്. ഉറപ്പ്. ഇപ്പോ നമുക്കറിയാം, ഒരുപാട് എംപ്ലോയീസിനെ നമുക്കറിയാം അല്ലെ. ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിര വരുമാനത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരെന്തുകൊണ്ടാണൊന്ന് മാറി ചിന്തിക്കാത്തെ? അവർക്ക് അതല്ലാതെ പറ്റില്ല. കാരണം അവരുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് തന്നെ എല്ലാ മാസവും കിട്ടുമെന്ന് ഉറപ്പുള്ള ആ ശമ്പളമാണ്. അഷുറൻസ്, ഉറപ്പ്. എന്ത് വേണം? ഉറപ്പ്. എന്തിനുള്ളതാണ് ഈ ഉറപ്പെന്ന് പറയുന്നത്? അവർക്ക് ഒരു പെയിൻ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി, ഒരു വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടോ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പെയിൻ ഒഴിവാക്കാൻ, ഒരു വേദന ഒഴിവാക്കാൻ. അപ്പൊ എന്താണ്? എല്ലാ മാസവും എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അപ്പം എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ്, എൻ്റെ കാര്യങ്ങൾ നടക്കും. ഒരു പ്ലഷർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീങ് ഈസ് അഷുറൻസ്, ഉറപ്പ്. അപ്പം ചിലര് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഏത്? അവർക്ക് എന്ത് കാര്യം ചെയ്താലും ഈ അഷുറൻസ് വേണ്ടവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ 89% ആളുകൾ അഷുറൻസിന്റെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് 89% ഓഫ് ആളുകളും ഏതെങ്കിലും രീതിയിൽ ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം എന്താ? ദെയർ ബേസിക് നീഡ് ഈസ് അഷുറൻസ്. നമുക്ക് എല്ലാവർക്കും ഒരു വീട് വേണം എന്ന ആഗ്രഹമുണ്ട്. അടിസ്ഥാനമാണ്. എന്തുകൊണ്ട്? ഇതൊരു ഉറപ്പാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്കൊരു വീടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങൾ വേണം എന്നുണ്ട്. എന്താണ് വിവാഹം? എന്താണ്? ഇറ്റ്സ് ഓൾസോ ആൻ അഷുറൻസ്. എനിക്കോ അല്ലെങ്കിൽ അവൾക്കോ ഒരാവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം ഉണ്ട്. എനിക്ക് ഈ ലോകത്തിനി എൻ്റേത് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ് അഷുറൻസ്. മക്കൾ എന്താണ്? അത് മറ്റൊരു തരത്തിൽ മറ്റൊരു അഷുറൻസ് ആണ്, സർട്ടനിറ്റിയാണ്. അപ്പം ഒന്നാമത്തെ ബേസിക് നീഡ് എന്ന് പറയുന്നത് എന്താണ്? അഷുറൻസ്. രണ്ടാമത്തെ ബേസിക് നീഡാണ് വെറൈറ്റി. വെറൈറ്റി, വ്യത്യസ്തത. ചില ആളുകൾ, അല്ലെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ്. ഒരേ പാറ്റേണിൽ തന്നെ പോവുക, ഒരേപോലെ തന്നെ ജീവിക്കുക, ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളത് ചിലർക്ക് പറ്റില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, എനിക്ക് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പോയി ഓഫീസിൽ ഇരിക്കുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പിറ്റേന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് പറയുന്ന പോലെ മനുഷ്യർക്ക് ബേസിക് നീഡുകളിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇത്, വ്യത്യസ്തത അല്ലെങ്കിൽ വെറൈറ്റി. അപ്പൊ ആ വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിലപ്പം നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാ ദിവസവും ഒരുപോലെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൺഡേ നമുക്ക് എന്തിനാ അവധി തന്നിരിക്കുന്നത്? ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി. കാരണം എല്ലാ ദിവസവും ഒരുപോലെ ആയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവത്തില്ല ജീവിതം. അവർക്കൊരു ബേസിക് നീഡുണ്ട്. ഞായറാഴ്ച ഒരു വ്യത്യസ്തമായ ദിവസം, അന്ന് എന്തിനാ നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നത്? എന്നത്തെയും പോലെയല്ല. ദർ ഷുഡ് ബി സം വെറൈറ്റി ഇൻ അവർ ലൈഫ്. നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്, നമ്മൾ ഓണം, അല്ലെങ്കിൽ നമ്മൾ പെരുന്നാള്, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ്, ഇല്ല നമ്മൾ ഈ സമയത്തൊക്കെ ഒത്തുകൂടുന്നത്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു വ്യത്യസ്തതയുടെ ഭാഗമാണ്, വെറൈറ്റിയുടെ ഭാഗം. ഇതൊക്കെ ഈ ലൈഫ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ബേസിക് നീഡ്സിനെ ബേസ് ചെയ്തിട്ടാ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും? ജീവിതത്തിൽ ഒരേ പാറ്റേണിൽ തന്നെ പോകാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങൾ ഇട്ട് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? വെറൈറ്റി, വ്യത്യസ്തത വേണം. ചില ആളുകൾക്ക് മൂന്നാമത്തെ ബേസിക് നീഡാണ് സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫീലിംഗ് യുണീക്ക്. അവർക്ക് ബേസിക് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഉറപ്പാണ് വേണ്ടത്, ഇവർക്ക് വ്യത്യസ്തതയാണ് വേണ്ടത്. ഇവർക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കിട്ടണം. എവിടെ പോയാലും ഞാൻ, അല്ലെങ്കിൽ എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാൻ എല്ലായിടവും ഒരു സ്പെഷ്യലായി നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ജീവിതത്തിൽ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് എന്ത്? സിഗ്നിഫിക്കൻ്റ് ആകുക. എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അർത്ഥവത്തായിട്ടുള്ള. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, എൻ്റെ ഈ കരിയർ തുടങ്ങുന്നതൊക്കെ സമയത്ത് എനിക്ക് ഈ സിഗ്നിഫിക്കൻസ് ആയിരുന്നു. എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം, എന്നെ എല്ലാവരും തിരിച്ചറിയണം, എന്നെ എല്ലാ മലയാളികളും അറിയണം.
ഇതൊക്കെ എൻ്റെ സിഗ്നിഫിക്കൻസിൽ നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം എനിക്ക് കുറേ നാള് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്നത് സിഗ്നിഫിക്കൻസ് ആയിരുന്നു. എൻ്റെതായ രീതിയിൽ യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഇതൊന്നും അല്ലാത്ത നാലാമത്തെ ടൈപ്പ് ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ലവ് ആൻഡ് കണക്ഷൻ. ലവ് ആൻഡ് കണക്ഷൻ. ഇപ്പൊ ഇവിടെ മായ ഇവിടെ ഇരിപ്പുണ്ട്, വൈഫ്. അവളെ സംബന്ധിച്ച് അവക്ക് സെർട്ടനിറ്റി, ഉറപ്പിനേക്കാളും വെറൈറ്റിയെക്കാളും സിഗ്നിഫിക്കൻസിനേക്കാളും അവൾക്ക് ഏറ്റവും ഇഷ്ടം ലവ് ആൻഡ് കണക്ഷൻ ആണ്. എൻ്റെ കാര്യങ്ങൾ നോക്കുക, മക്കളുടെ കാര്യങ്ങൾ നോക്കുക, ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കുക, പേരൻസിന്റെ കാര്യങ്ങൾ നോക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ സന്തോഷം, അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതാണ് അവളുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത്. എന്താണ്? ലവ് ആൻഡ് കണക്ഷൻ. അപ്പോ ഒന്ന് എന്തായിരുന്നു? സെർട്ടനിറ്റി, അഷുറൻസ്. 2 വെറൈറ്റി, വ്യത്യസ്തത. 3 സിഗ്നിഫിക്കൻസ്. 4 ലവ് ആൻഡ് കണക്ഷൻ. 5 അഞ്ചാമത്തതാണ് ഇതിൻ്റെ അകത്ത് കിങ്സ് ക്ലബിൽ ഇരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ടോപ്പിൽ നിൽക്കുന്നുണ്ട്, ഈ ഒരു പ്രയോറിറ്റി. അതാണ് ഗ്രോത്ത്, വളർച്ച. അവർക്ക് അപ്പം ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, പോരെ ഇത്രയൊക്കെ ആയില്ലേ, പറ്റില്ല, ഞങ്ങളുടെ നീഡ് എന്താണ്? ഗ്രോത്ത്. ഇനിയും വളരണം, ഇനിയും വളരണം, അതുക്കും മേലെ നേടണം. വലിയ വീട്, ഇനിയും വലിയ വീട്, വലിയ കാർ, അതിനേക്കാൾ വലിയ കാർ, ഇത്രയും കാശ്, അതിൽ കൂടുതൽ കാശ്, ഇത്രയും വലിയ ബിസിനസ്, അതിനേക്കാൾ വലിയ ബിസിനസ്. ഒരു ബിസിനസ്, ഒത്തിരി ബിസിനസ്, വളർന്നുകൊണ്ടേയിരിക്കണം, ഗ്രോത്ത്. അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ ചിലർക്കെങ്കിലും നിൽക്കുന്നത് ഗ്രോത്ത് ആയിരിക്കും ഒന്നാമത് നിൽക്കുന്നത്. ആറാമത്തതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കും ഇവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻ എ ഫോക്കസ്, അല്ലെങ്കിൽ അവരുടെ സെൻസ് എന്ന് പറയുന്നത് ഈസ് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഇതിലാണ് അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്. അപ്പം ചിലർക്ക് അഷുറൻസിലാണ് സന്തോഷം കിട്ടുന്നത്, ചിലർക്ക് വെറൈറ്റിയിലാണ് സന്തോഷം കിട്ടുന്നത്, ചിലർക്ക് സിഗ്നിഫിക്കൻസിലാണ് സന്തോഷം കിട്ടുന്നത്, ചിലർക്ക് ലവ് ആൻഡ് കണക്ഷനിലാണ് സന്തോഷം കിട്ടുന്നത്, ചിലർക്ക് ഗ്രോത്തിലാണ് സന്തോഷം കിട്ടുന്നത്, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. അപ്പോ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഏത് കുടുംബത്താണ്, ഏത് ഭാര്യ ഭർത്താവ് തമ്മിലാണ് പ്രശ്നം ഉണ്ടാവുന്നത്? എൻ്റെ ഫോക്കസ് മുഴുവൻ നിൽക്കുന്നത് ഗ്രോത്തിൽ. മായയ്ക്ക് വേണ്ടതെല്ലാം ലവ് ആൻഡ് കണക്ഷൻ. അപ്പം ഞാൻ ലോകം വെട്ടിപ്പിടിക്കാൻ നടക്കുന്നു, മായ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഞാൻ രാവിലെ ഇറങ്ങിപ്പോകുന്നു, മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, ഇവക്ക് പിന്നെ ഒരു ഏകാന്തതയാണ്. കാരണം എന്താ? ലവ് ആൻഡ് കണക്ഷൻ കിട്ടുന്നില്ല. മക്കൾ അവരുടെ ലോകത്ത് തിരക്കായി പോകുന്നു, ഞാൻ എൻ്റെ ബിസിനസ് ലോകത്ത് തിരക്കായി പോകുന്നു. അപ്പം ഞാൻ ഗ്രോത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട് കുടുംബത്ത്? ഉറപ്പ് കിട്ടുന്നുണ്ട്, എല്ലാ മാസവും കാശ് കിട്ടുന്നുണ്ട്, എല്ലാ ദിവസവും കാശ് കിട്ടുന്നുണ്ട്, വെറൈറ്റി, എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോകുന്നുണ്ട്, ടൂറ് കൊണ്ടുപോകുന്നുണ്ട്, പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്, ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. സിഗ്നിഫിക്കൻസ്, എനിക്ക് വളർച്ച കിട്ടുന്നുണ്ട്, എന്നെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ പേരിൽ മായ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, ഗ്രോത്ത് ഉറപ്പായിട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും മായയ്ക്ക് എന്നിൽ നിന്നും, മക്കളിൽ നിന്നും, അവൾ ആഗ്രഹിക്കുന്നവരിൽ നിന്നും ലവ് ആൻഡ് കണക്ഷൻ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും മായ ഹാപ്പി ആയിരിക്കത്തില്ല. കാരണം അവരുടെ ബേസിക് നീഡ് എന്താണ്? ഇതാണ്. ഇനി തിരിച്ച് ഭർത്താവിന്റെ ബേസിക് നീഡ് എന്താ? എൻ്റെ ബേസിക് നീഡ് ഗ്രോത്ത് ആണ്, എൻ്റെ ബേസിക് നീഡ്. അപ്പം അവൾ എനിക്ക് എന്ത് തരുന്നുണ്ട്? എനിക്ക് ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നോ? കഴിക്കണേ, കുടിക്കണേ, മരുന്ന് കഴിക്കണേ, ഫുഡ് കഴിക്കണേ, കൃത്യസമയത്ത്. ഈ സ്നേഹം വാരിക്കോരി തരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് എന്താ? എൻ്റെ തല മുഴുവൻ എന്താണ്? ഗ്രോത്ത്. അവിടെ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ്. അപ്പോ എന്താണ് നമ്മളുടെ പാർട്ട്ണറുടെ ബേസിക് നീഡ്? നിങ്ങളുടെ കൂടെ ഇപ്പം ഇരിക്കുന്ന, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഈ 6 ഏതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് നീഡ് ഫോർ ദം ഇസ് ദ ക്വസ്റ്റ്യൻ. അത് നമുക്കറിയത്തില്ലെങ്കിൽ അത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
മനസ്സിലാവുന്നു? അപ്പം ഞാൻ ഈ ഗ്രോത്തിന്റെ പിന്നാലെ പോകുന്നു, ഞാൻ മറ്റു കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. അവൾക്ക് ഞാൻ കെയർ കൊടുക്കുന്നില്ല, ഞാൻ ലവ് കൊടുക്കുന്നില്ല, ഞാൻ അവളുമായിട്ട് കണക്ട് ആവുന്നില്ല. എന്ത് സംഭവിക്കും? ഇവളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. ഇവള് ആ സമയത്താണ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ സോഷ്യൽ മീഡിയ കത്തിക്കേറി നിൽക്കുന്ന സമയം. അപ്പോഴാണ് അവൾക്കായാലും അവനായാലും മറ്റൊരിടത്തു നിന്ന് ഒരു മെസ്സേജ് വരുന്നു, സുഖമാണോ? അത് പഴയ കൂടെ പഠിച്ച ആളാവാം, കൂടെ വർക്ക് ചെയ്യുന്ന ആളാവാം, ഒരു പരിചയമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ അന്ന് കണ്ടയാളാകാം. അവരിൽ നിന്ന് ഈ ലവ് ആൻഡ് കണക്ഷൻ കിട്ടുന്നു. നമ്മളിൽ നിന്ന് ബാക്കി 5 കാര്യവും നമ്മൾ ഉറപ്പ് കൊടുക്കുന്നു, പക്ഷെ ഇത് മാത്രം കൊടുക്കുന്നില്ല. അവരുടെ ബേസിക് നീഡ് ആര് കൊടുക്കുന്നോ അവരിലേക്ക് ഒരു ചായ്വ് ഉണ്ടാവും. ബാക്കി എന്തെല്ലാം കൊടുത്തെന്ന് പറഞ്ഞാലും അവരുടെ ബേസിക് നീഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആര് മീറ്റ്, അത് ചിലപ്പോ ചില ഫാമിലിയിൽ അത് അമ്മയായിരിക്കും, നമ്മുടെ ഭാര്യയുടെ അമ്മയായിരിക്കും ആ ഏറ്റവും കൂടുതൽ ലവ് ആൻഡ് കണക്ഷൻ കൊടുക്കുന്നത്. ഭാര്യയ്ക്ക് അമ്മയോടായിരിക്കും കൂടുതൽ അടുപ്പം, അമ്മ പറയുന്നതേ അവൾ കേൾക്കൂ. അപ്പൊ നമ്മൾ ചോദിക്കും, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി അവൾക്ക് കൊണ്ട് കൊടുക്കുന്നു, പക്ഷെ അവൾ ഇപ്പോഴും അമ്മ പറയുന്നതേ കേൾക്കത്തുള്ളൂ, ആങ്ങളെ പറയുന്നതേ കേൾക്കുന്നുള്ളൂ, അവളുടെ അച്ഛൻ പറയുന്നതേ കേൾക്കുന്നുള്ളൂ. വൈ? അവരുടെ ബേസിക് നീഡ്, ബാക്കിയെല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ബേസിക് നീഡ് കിട്ടുന്നത് ആ സോഴ്സിൽ നിന്നാണ്. ഇത് ഭാര്യയ്ക്ക് മാത്രമല്ല, അസ്മലിക്ക കൂടെ ഇരിക്കുന്ന മോൻ ഷാമിൽ, അവനൊരു ബേസിക് നീഡ് ഉണ്ട്. അതെന്തെന്ന് കണ്ടുപിടിക്കാൻ അസ്മലിക്കും വൈഫിനും പറ്റിയില്ലെങ്കിൽ അവൻ അത് കിട്ടുന്നിടത്തേക്ക് പോകും. ഇല്ലെങ്കിൽ അത് കിട്ടാതെ അവൻ സങ്കടപ്പെട്ടിരിക്കും, അവനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. അപ്പം എന്താണ് അവരുടെ ബേസിക് നീഡ് എന്ന് അറിയുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിന്റെ ഒന്നാമത്തെ അടിത്തറ. അപ്പം മായയുടെ ഫ്രണ്ട്സ് മായയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, അല്ലെങ്കിൽ അവളോട് ചോദിക്കുകയാണ്, അനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, നിനക്കൊരു ബൊട്ടീക്ക് ഇട്ടുകൂടെ, നിനക്കൊരു കട നടത്തിക്കൂടെ, നിനക്കൊരു ഹോട്ടൽ തുടങ്ങിക്കൂടെ, നിനക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൂടെ, അനില് സപ്പോർട്ട് ചെയ്യത്തില്ലേ? മായയ്ക്ക് അതല്ലെന്നേ വേണ്ടേ. മായയ്ക്ക് ആ ബിസിനസ് ചെയ്യുന്നതിൽ നിന്നോ അത് വളർത്തുന്നതിൽ നിന്നോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എന്താണ്? എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അവൾ അതിൽ ഹാപ്പിയാ. അപ്പം ഈ വിളിച്ച കൂട്ടുകാരി എന്താണ്? അവര് ചിലപ്പോൾ യുണീക്നെസിന്റെ ആളായിരിക്കും, സിഗ്നിഫിക്കൻസ്, അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആളായിരിക്കും ഈ വിളിക്കുന്ന കൂട്ടുകാരി. അവരിവരെ പുഷ് ചെയ്യാൻ നോക്കുകയാണ്, നീ എന്തെങ്കിലും അപ്പം ചില സമയത്ത് ഇവര് പറയുന്നത് കേട്ടിട്ട് ഇവർ ചാടി ഇറങ്ങും. ഒരു കാര്യവും നടക്കത്തില്ല. കാരണം അതല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് നിൽക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഈ 6ൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ എന്തിനു വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്നു എന്നതിൻ്റെ മറുപടി ഇതാണ്. ഇതിൽ 6ൽ ഏതോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ചെയ്യുന്നത്. 1 സെർട്ടനിറ്റി, അഷുറൻസ്. 2 വെറൈറ്റി, വ്യത്യസ്തത. 3 സിഗ്നിഫിക്കൻസ്, യുണീക്നെസ്. 4 ലവ് ആൻഡ് കണക്ഷൻ. 5 ഗ്രോത്ത്. 6 കോൺട്രിബ്യൂഷൻ. നൗ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഇപ്പൊ എൻ്റെ പ്രയോറിറ്റി ഞാൻ എഴുതുകയാണ്, എനിക്ക് വേണ്ടത് ഗ്രോത്ത് ആണ്, നമ്പർ 1. മൈ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗ്രോത്ത് എന്നിരിക്കട്ടെ. സെക്കൻഡ്, എനിക്ക് ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. എനിക്ക് യുണീക്നെസ് കിട്ടണം. എവിടെ ചെന്നാലും ഞാൻ വ്യത്യസ്തനായിട്ട് നിൽക്കണം. എൻ്റെ ബേസിക് നീഡാണ്. മൂന്നാമത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആൻഡ് കണക്ഷൻ. എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ലവ് ആൻഡ് കണക്ഷൻ വേണം, എനിക്ക് എൻ്റെ കിങ്സ് ക്ലബിൽ നിന്ന് ലവ് ആൻഡ് കണക്ഷൻ വേണം, എൻ്റെ കിങ് മേക്കേഴ്സിൽ നിന്ന് എനിക്ക് ലവ് ആൻഡ് കണക്ഷൻ വേണം, എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് എനിക്ക് ലവ് ആൻഡ് കണക്ഷൻ വേണം, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് ലവ് ആൻഡ് കണക്ഷൻ വേണം. നമ്പർ 3, ഞാൻ എൻ്റെത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുകയാണ്. നമ്പർ 4ൽ നിൽക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഞാനൊരു പക്ഷേങ്കിൽ ഈ വിവാഹം നടത്തി കൊടുക്കുന്നത്, ഒരുപാട് പേരെ സഹായിക്കുന്നത്, ഒരുപാട് പേർക്ക് പല രീതിയിൽ ചാരിറ്റി ചെയ്യുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. നമ്പർ 4ൽ എന്ത് നിൽക്കുന്നുണ്ട്? കോൺട്രിബ്യൂഷൻ നിൽക്കുന്നുണ്ട്. നമ്പർ 5ൽ എനിക്ക് നിൽക്കുന്നത് വെറൈറ്റിയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കാര്യം, എനിക്ക് ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക്ക് ഇന്ന് പഠിപ്പിക്കുന്ന ഇഷ്ടമല്ല, ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ട്, കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്ത് വീണ്ടും പോകുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള വെറൈറ്റി.
ആറാമത് നിൽക്കുന്നതാണ് സെർട്ടനിറ്റി. അപ്പം എൻ്റെ ബേസിക് നീഡ് നോക്കിയാൽ ഒന്ന് ഗ്രോത്ത്, ഗ്രോത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. രണ്ട് സിഗ്നിഫിക്കൻസ്, എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് അതല്ലേ ട്രെയിനിൽ ആഡ് കൊടുത്തപ്പോൾ എൻ്റെ വലിയ പടം വെച്ച് കൊടുക്കുന്നത്. ഏത് സ്ലൈഡ് ഉണ്ടാക്കിയില്ല എൻ്റെ വലിയ പടം വെക്കുന്നത് എന്താ? എന്ത് പരിപാടി നടത്തുമ്പോഴും വലിയ ഫ്ലെക്സ് വെക്കുന്ന എന്തിനാ? എവറിത്തിങ് ഈസ് റിലേറ്റഡ് വിത്ത് മൈ സിഗ്നിഫിക്കൻസ്. ആനന്ദ് നടത്തുന്ന ഒരു പരിപാടിയിൽ ചിലപ്പോൾ ആനന്ദിന്റെ പടം വെക്കത്തില്ല, ആനന്ദിന്റെ ലോഗോ ആയിരിക്കും വെക്കുന്നത്. കാരണം എന്താ? ആനന്ദിന് സിഗ്നിഫിക്കൻസ് നിൽക്കുന്നത് ഈ നീഡ്സിൽ താഴെയായിരിക്കും, 4, 5, 6 ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ എനിക്കത് ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ പരിപാടിക്ക് വരുമ്പോൾ എൻ്റെ മുഖം, എൻ്റെ തല, എൻ്റെ ഫ്ലെക്സ്. മൂന്നാമത് നിൽക്കുന്ന എന്താ? ലവ് ആൻഡ് കണക്ഷൻ. എന്താ? ഞാൻ അസ്മലിക്ക, മുജീബിക്ക, റോഹിത് ചേട്ട, എഹിയയ്ക്ക, ആനന്ദേ, ഈ സ്നേഹം എന്താണ്? ലവ് ആൻഡ് കണക്ഷൻ ടുവേർഡ്സ് യു. അത് ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് എന്ത് വേണം? ലവ് ആൻഡ് കണക്ഷൻ വേണം. ഇങ്ങനെ വരുമ്പോ ഇതാണ് അനിൽ ബാലചന്ദ്രൻ. ഏത്? ആ പ്രയോറിറ്റി വെച്ച്. അപ്പൊ ഒന്നെന്താണ്? ഗ്രോത്ത്. രണ്ടെന്താണ്? സിഗ്നിഫിക്കൻസ്. മൂന്നെന്താണ്? ലവ് ആൻഡ് കണക്ഷൻ. നാലെന്താണ്? 4 കോൺട്രിബ്യൂഷൻ. 5 എന്താണ്? വെറൈറ്റി. 6 എന്താണ്? അഷുറൻസ്. എൻ്റെ ലീസ്റ്റാണ് അഷുറൻസ്. കാരണം എനിക്കറിയാം കാശ് ഉണ്ടാക്കാൻ പറ്റും, എനിക്കതിൻ്റെ സ്കില്ലുണ്ട് എന്ന ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് എനിക്കൊരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ അഷുറൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ ഇനഫ് കാശ് ഉണ്ടാക്കി, അത് ഞാൻ ഇനഫ് സേവ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും ശരി, എനിക്കൊരു അഷുറൻസ് അവിടെ, ഫിനാൻഷ്യൽ അഷുറൻസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള അഷുറൻസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ ആറാമത്തെ നീഡ് മാത്രമാണ് അഷുറൻസ്, അത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല റിസ്കുകൾ എടുക്കും. ഈ അഷുറൻസ് ഒന്നാമത് നിൽക്കുന്നവർ റിസ്ക് എടുക്കത്തില്ല. കാരണം എന്താ? ഉറപ്പില്ലാത്തതൊന്നും അവർ ചെയ്യില്ല. ഈ വ്യത്യസ്തത നിങ്ങൾക്കുണ്ടോ, വെറൈറ്റി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ദിവസവും ചോറും കറിയും തന്നെയാണോ വെക്കുന്നത്? നിങ്ങൾക്ക് വെറൈറ്റി ലീസ്റ്റ് ആണ്. എല്ലാ ദിവസവും ദോശയും സാമ്പാറും ഇഡ്ഡലിയും ആണോ? നിങ്ങൾക്ക് വെറൈറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ലീസ്റ്റ് ആണ്. ചിലരുണ്ട് പല രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ നടത്തി, ഇപ്പൊ ഈവൻ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോകുന്നു, എല്ലാ തവണ പോകുമ്പോഴും പൊറോട്ടയും ബീഫും തന്നെയാണോ കഴിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സെയിം സാധനം തന്നെയാണോ കഴിക്കുന്നത്? നിങ്ങൾക്ക് വെറൈറ്റി താഴെയാണ്, നിങ്ങളുടെ നീഡ്സിൽ താഴെയാണ്. മനസ്സിലാവുന്നുണ്ടോ ഇതെങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന്? അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഒന്ന് വിലയിരുത്തുക, സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ നീഡ്സിന്റെ ലിസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി? എന്താണ് നിങ്ങളുടെ നമ്പർ 2 പ്രയോറിറ്റി? എന്താണ് നമ്പർ 3, 4, 5 ആൻഡ് 6? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഏതൊക്കെയാണ് ആ പ്രയോറിറ്റി? ഒന്ന് എഴുതിക്കോ. ഇനി ഉറപ്പുവരുത്തേണ്ടത് ഇതാണ്: നൗഷാദിന്റെ പ്രയോറിറ്റി ആ അടുത്തിരിക്കുന്ന ആളിന്റെ പ്രയോറിറ്റിയും പരസ്പരം അറിയണം. അസീസിക്കയുടെ ലിസ്റ്റ് എന്താണെന്ന് അസീസിക്കയുടെ വൈഫിന് അറിയണം. നെയ്മിന്റെ ലിസ്റ്റ് എന്താണെന്ന് നെയ്മിന്റെ അടുത്തിരിക്കുന്ന ആളിന് അറിയണം. അടുത്തിരിക്കുന്ന ആളുടെ പ്രയോറിറ്റി ലിസ്റ്റ് എന്താണെന്ന് നെയ്മും അറിയണം. ഇതും പരസ്പരം അറിഞ്ഞ് പരസ്പരം അത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകുന്നത്. മായയ്ക്ക് വേണ്ടത് ലവ് ആൻഡ് കണക്ഷൻ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പുറത്തേക്ക് പോയാലും, ഞാൻ ക്ലാസ് എടുത്താലും, ഞാൻ എവിടെ നിന്നാലും ഇടയ്ക്കൊരു മെസ്സേജ്, എന്തെടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ ഒരു കോള്, ഓരോ പീരിയഡിൽ ഇവരെ ഒന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം. എന്തെടുക്കുക? മക്കൾ എന്തി? കഴിച്ചോ? നീ കഴിച്ചായിരുന്നോ? ഓക്കെ. 30 സെക്കൻഡിന്റെ കാര്യമുള്ളൂ. പക്ഷെ അവരേക്ക് എന്ത് കൊടുത്തോണ്ടിരിക്കണം? ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ലവ് ആൻഡ് കണക്ഷൻ കൊടുത്തോണ്ടിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അവർ കുളവാക്കും. നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം അവരുടെ നീഡ്സ് നിങ്ങൾ വഴി നടക്കുന്നില്ല. അപ്പോ നിങ്ങളുടെ നീഡ്സ് അവർ വഴി നടക്കില്ല. ഇതാണ് പറയുന്നത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അവർക്ക് വേണ്ട നീഡ്സ് നമ്മൾ ചെയ്തു കൊടുക്കും. ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ പ്രശ്നം, നിനക്ക് കാശില്ലേ? നിനക്ക് എന്തും മേടിക്കാനായിട്ട് ഞാൻ കാശുണ്ടാക്കി ഇടുന്നില്ലേ? ഞാൻ നിന്നെ എവിടെല്ലാം കൊണ്ടുപോകുന്നു, എന്തൊക്കെ മേടിച്ചു തരുന്നു? നമ്മൾ വളരുന്നില്ലേ? നമ്മൾ വീട് മേടിച്ചില്ലേ? നമ്മൾ കാറ് മേടിച്ചില്ലേ? നമുക്ക് ഒരുപാട് അസറ്റുകളില്ലേ? ഇതൊന്നും ആയിരിക്കത്തില്ല അവർക്ക് വേണ്ടേ. ഇത് കൊടുക്കുന്നില്ലെങ്കിൽ, ഇത് എല്ലാ സ്ത്രീകൾക്കും ഇതാ വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും ഇതാ വേണ്ട. ഫോർ എക്സാമ്പിൾ, ഞാനും പ്രതീഷും
പ്രതീഷിന്റെ വൈഫാണ് എമിലിയ, എൻ്റെ വൈഫാണ് മായ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് മായ വണ്ടിക്കകത്തിരുന്ന് പറയാണ്, അയ്യോ മോൻ വന്ന് കാണുമോ സ്കൂളിൽ നിന്ന്, അവൻ വല്ലതും കഴിച്ചു കാണുമോ, കീ അവിടെ കാണുമോ. ഇവളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ലവ് ആൻഡ് കണക്ഷൻ. അപ്പൊ എമിലിയ ചോദിക്കുകയാണ്, അവൻ അറിയില്ലേ, ഇപ്പൊ എന്തും സ്കൂളിൽ നിന്ന് വരുന്നതല്ലേ, ഡ്രൈവർ ഇല്ലേ, പുള്ളി അവിടെ കൊണ്ട് വിടത്തില്ലേ, അകത്തോട്ട് കയറിയാ പോരെ, അതിൻ്റെ അകത്ത് അവൻ്റെ ഇരിക്കുന്ന ഫുഡ് അവിടെ ഇരിപ്പില്ലേ, അതെടുത്ത് കഴിച്ചാ പോരെ, മായ എന്തിന് ഇത്രയും ടെൻഷൻ ആവുന്നേ? അത് എമിലിയെ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കുന്നത്, മായയ്ക്ക് നമ്പർ 1 നീഡ് ലവ് ആൻഡ് കണക്ഷൻ. എമിലിയെ പക്ഷെ ഓഫീസിൽ പോകുന്നുണ്ട്, പ്രതീഷിന്റെ ഓഫീസിൽ പോകുന്നുണ്ട്. വൈ? എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എൻ്റെതായിട്ടുള്ള, അവര് മക്കൾ വളരുന്നു, ഇനി അവരവരുടെ വഴി നോക്കിപ്പോവും, ഇനി ഞാനും ഇങ്ങേരും മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് എൻ്റെതായ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സിഗ്നിഫിക്കൻസ്. നമ്പർ 1 നിൽക്കുന്ന എന്താ? സിഗ്നിഫിക്കൻസ് ആഗ്രഹിക്കുന്ന എമിലിയയ്ക്ക് പ്രതീക്ഷ ഈ ലവ് ആൻഡ് കണക്ഷൻ വാരിക്കോരി കൊടുത്താലോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. ലവ് ആൻഡ് കണക്ഷൻ ആഗ്രഹിക്കുന്ന മായയ്ക്ക് ഞാൻ പറയണം, നിന്നെ കൊണ്ട് സാധിക്കും, നീ യൂട്യൂബ് ചെയ്യണം, നീ ബൊട്ടീക്ക് തുടങ്ങണം, നീ റെസ്റ്റോറന്റ് തുടങ്ങണം, നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പം അവരെ കൊണ്ട് പറ്റാത്തത് നിർബന്ധിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് ചെയ്യുന്നവന്റെ മനസ്സിൽ നിൽക്കുന്ന മുഴുവൻ ഗ്രോത്ത് ഗ്രോത്ത് ഗ്രോത്ത്. അപ്പം നിങ്ങൾ പറയുകയാണ്, ഇത് ഇത്രയും നാളായിട്ട് ശരിയാകുന്നല്ലോ, വല്ല ജോലിക്കും പോകും മനുഷ്യ, എന്തുവാ നിങ്ങൾ പറയുന്ന അഷുറൻസ് അവന്റെ തലയെ കയറത്തില്ലത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോലിക്ക് പോകാനെന്ന് പറയുന്നത് എന്തിനാ? സ്ഥിര വരുമാനം. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ മാതാപിതാക്കൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ശമ്പളം മേടിച്ച് കണ്ട് വളർന്ന നിങ്ങൾക്ക് ഈ ബിസിനസ്സുകാരന്റെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക്കാ. കാരണം എന്താ? നിങ്ങൾ കണ്ട് വളർന്നിരിക്കുന്നത് മുഴുവൻ എന്താണ്? അഷുറൻസ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അച്ഛൻ 1-ാം തീയതി ശമ്പളം കിട്ടും, ആ ദിവസം അമ്മ എല്ലാ കാര്യങ്ങളും കൊടുത്തു തീർക്കും. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ബിസിനസ്സുകാരൻ 1-ാം തീയതി ശമ്പളം മേടിക്കുകയല്ല, ശമ്പളം കൊടുക്കുകയാണ്. മറ്റേത് അച്ഛൻ കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുക്കുന്നു. ഇത് നമ്മൾ ചെന്നിട്ട് ഇവരുടെ അടുത്ത് വളയൊന്ന് തന്നായിരുന്നെങ്കിൽ ശമ്പളത്തിന് ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇത്രയും ജീവിതകാലം 10-25 കൊല്ലം ഈ അഷുറൻസിൽ നിന്നവർ പെട്ടെന്ന് കാണുകയാണ് അത് കിട്ടുന്നില്ല, തകർന്നു പോവും, പേടിച്ചു പോവും. അവർക്ക് പറ്റില്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം their ബേസിക് നീഡ് ഈസ് അഷുറൻസ്. അപ്പം മായയ്ക്ക് ഈ ടെൻഷനുണ്ട്, മായയ്ക്ക് ഈ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? എൻ്റെ കമ്പനിയിലെ പണിയെടുക്കാത്ത ഒരേ ഒരു സ്റ്റാഫേ ഉള്ളത് മായയാണ്. എന്നിട്ട് എല്ലാ മാസവും 1 ലക്ഷം രൂപ ഞാൻ ശമ്പളം അവളുടെ അക്കൗണ്ടിൽ ഇടിയിപ്പിക്കുന്നുണ്ട്. എല്ലാ മാസവും അവളുടെ അക്കൗണ്ടിൽ ആ പൈസ വരുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ? അഷുറൻസ്, ഒരു ഉറപ്പ്. കാരണം ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് മായ വന്നിരിക്കുന്നത്. അവക്ക് എന്ത് വേണം? നമ്മൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ നിന്റെ ആണല്ലോ. അല്ല, എൻ്റേത് നിന്റേതല്ല അവരെ സംബന്ധിച്ച്. അപ്പോ ഇനി അവർ ജോലിക്കൊന്നും വന്നില്ലെങ്കിലും അവരെ കമ്പനിയുടെ പാർട്ട്ണറായിട്ട് ഇനി കൊടുത്തില്ലെങ്കിലും ശരി, എല്ലാ മാസവും നമ്മുടെ ഓഫീസിൽ ശമ്പളം കൊടുക്കുന്ന ദിവസം നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് ഒരു തുക, അത് അവർക്കുള്ള ബേസിക് അഷുറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എഹേക്ക ഒന്ന് ഞങ്ങളോട് സംസാരിക്കും, എന്താണ് ഈ പറഞ്ഞത്? ഞാൻ അവസാനം പറഞ്ഞില്ലേ, അപ്പോഴേ ഇതിന്റെ കാതിങ്ങനെ പൊത്തിയാലോ എന്ന് ഞാൻ വിചാരിച്ചു തന്നെ. എനിക്ക് ഇവിടെ ക്രെഡിറ്റ് കാർഡ് വേണ്ട, മാസം മാസം പൈസ തന്നാൽ മതി ബാങ്കിൽ ഇട്ടാന്ന്, ഞാൻ അത് എടുത്തോളാം. ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് എത്ര ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഒരു, പ്രത്യേകിച്ച് നമ്മളുടെ ഡൗൺ സൈഡ് കണ്ടവരാ. നമ്മൾ തകർന്ന സമയത്ത് അവര് കുറെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചതിനേക്കാൾ 100 ഇരട്ടി അവര് മാനസികമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവത്തില്ലെന്ന അഷുറൻസ് യഹീക്കാൻ നമുക്കേ ഉണ്ടായിട്ടുള്ളൂ, അവർക്കുണ്ടായിട്ടില്ല. അവർക്കുള്ളിൽ ഇപ്പോഴും പേടിയാ. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുമ്പോഴും നാട്ടിൽ ഒരു വീട് വെച്ച് ഇട്ടുകൊടുത്തത്? മായയുടെ ബേസിക് അഷുറൻസിന് വേണ്ടി. അവളുടെ ബേസിക് നീഡാണ്, അവക്കൊരു ഉറപ്പ് വരണം. നമ്മൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന തോന്നൽ വരുത്തണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവളുടെ ഇഷ്ടത്തിന് ഒരു വീട് വെച്ചിട്ടിരിക്കുന്നത്. അല്ല, ഞങ്ങള് ഈ വന്ന ആദ്യ കാലഘട്ടങ്ങളില് വൈഫ് വന്ന സമയത്ത് ഒരു കോഴി വാങ്ങിയാൽ 2 ദിവസം ആ കറി വെക്കും അതിന്റെ. ഇന്നിപ്പോ ഒരു ദിവസം 2 കോഴിയൊക്കെ വാങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത്. പക്ഷെ വെച്ചാൽ അത്രയും കരുതലോടെ അന്ന് ജീവിച്ചത് കൊണ്ട് അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പൈസ ഇല്ലാത്ത സമയത്ത് ജീവിച്ചതും കാശ് ഉണ്ടാവുമ്പോൾ ജീവിക്കുന്നതും
എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു ഹാബിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് അങ്ങോട്ട്. എൻ്റെ ഇപ്പോൾ പ്രയോറിറ്റി ഗ്രോത്തിലാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കിപ്പോ മക്കളൊക്കെ എല്ലാം പഠിച്ചു വലുതായി. ഇപ്പൊ അവളും എന്നോട് പറയുന്നുണ്ട് വെച്ചാൽ എനിക്കെന്തോ ഒരു ബിസിനസ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാറ് നിങ്ങൾ പറഞ്ഞതുപോലെ ബിസിനസ് ചെയ്യാൻ കാപ്പബിൾ ആണോ അല്ലേ എന്നുള്ളത് വേറെ വശം. പക്ഷെ വേറെ ആളെ വെച്ചിട്ട് ചെയ്യിക്കാലോ. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ഞാൻ നാട്ടിൽ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൈഡൽ സൂട്ടിന്റെ ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. അത് അവൾ മാനേജ് ചെയ്തോ, അതിന്റെ പ്രോഫിറ്റ് ഒക്കെ എടുത്തോ. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മൾ ഒരിക്കലും പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യുക. രണ്ടാണ് പ്രശ്നം. ഒന്ന്, അവരുടെ നീഡിൽ നിൽക്കുന്നതായിരിക്കത്തില്ല. രണ്ട്, എൻ്റെ ഐഡിയ ആയി പോയി എന്നും ഇതിന്റെ വഴി ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഐഡിയ കൊടുക്കാതിരിക്കുക. അവരാവശ്യപ്പെടുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കുക. യെസ്, ഒക്കെ ചെയ്ത് വളരെ കറക്റ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അഡിക്ഷൻ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ശ്രദ്ധിച്ച് കേട്ടോണേ, ശ്രദ്ധിച്ച്, എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായി ഈ പറഞ്ഞ 6 എണ്ണത്തിൽ 3 അതിൽ കൂടുതലോ ബേസിക് നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ വിൽ ബിക്കം അവർ അഡിക്ഷൻ. റിപ്പീറ്റ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ 3 അതിൽ കൂടുതലോ ബേസിക് നീഡുകൾ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടെങ്കിൽ, ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇതിൽ 3 എണ്ണത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വിൽ ബിക്കം മൈ അഡിക്ഷൻ. അപ്പം ചിലർക്ക് സ്മോക്കിംഗ് ഇസ് ആൻ അഡിക്ഷൻ. സ്മോക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തൊക്കെയായിരിക്കും ഇതിൽ കിട്ടുന്നത്? ഒന്ന് നോക്കിക്കേ. ഒന്ന്, സെർട്ടനിറ്റി. ഇവര് പറയുന്ന കേട്ടിട്ടില്ലേ, ഒരു പുക എടുത്തു കഴിയുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും. അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സെർട്ടനിറ്റി കിട്ടുന്നുണ്ട്. പിന്നെന്ത് കിട്ടുന്നുണ്ട്? സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടി നിന്നാ വലിക്കുന്നത്. ഒറ്റയ്ക്ക് വലിക്കുന്നതിനേക്കാൾ ഒരാൾ വലിച്ചോണ്ടിരിക്കുക, ഒരു പുക തരുമോ, അല്ലെങ്കിൽ ഒന്ന് കത്തിക്കുവോ എന്നും പറഞ്ഞിട്ട് ലവ് ആൻഡ് കണക്ഷൻ. അവിടെ എന്ത് കിട്ടുന്നുണ്ട്? എല്ലാവരും കൂടെ, കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ലവ് ആൻഡ് കണക്ഷൻ. പിന്നെ എന്ത് കിട്ടുന്നുണ്ട്? പണ്ട് 90കളിലെ 80കളിലെ കാര്യമാണ് പറയുന്നത്. പണ്ട് സിഗരറ്റ് വലിക്കുന്നത് പൗരുഷത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. അപ്പൊ എന്ത് കിട്ടും? ഒരു സിഗ്നിഫിക്കൻസ്. അപ്പം ഹീറോ പരിവേഷമൊക്കെ കിട്ടുമായിരുന്നു പണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ. അപ്പൊ അവിടെ എന്താ കിട്ടുന്നത്? സിഗ്നിഫിക്കൻസ് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? വെറൈറ്റി. പല പല ബ്രാൻഡുകൾ വലിക്കുമ്പോൾ അവർക്ക് ഡിഫറെന്റ് ഫ്ലേവർ കിട്ടുമ്പോൾ, ഡിഫറെന്റ് ടേസ്റ്റുകൾ കിട്ടുമ്പോൾ വെറൈറ്റി കിട്ടുന്നുണ്ട്. അതിന്റെ അനന്തര ഫലം എന്താ? സ്മോക്കിംഗ് അവർക്ക് സെർട്ടനിറ്റി കൊടുക്കുന്നു, അവർക്ക് ലവ് ആൻഡ് കണക്ഷൻ കൊടുക്കുന്നു, വെറൈറ്റി കൊടുക്കുന്നു, സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നു. ദെൻ ഇറ്റ് വിൽ ബിക്കം ദെയർ അഡിക്ഷൻ. ഈവൻ ദോ അവർക്കറിയാം അത് വലിക്കുന്നത് ജീവന് ഭീഷണിയാണെന്ന് അറിയാമെങ്കിലും ആ അഡിക്ഷൻ എന്തുകൊണ്ടുണ്ടാവുന്നു? അത് ചെയ്യുമ്പോൾ അവർക്ക് ഈ 6ൽ 3ൽ കൂടുതൽ, 3 അതിൽ കൂടുതലോ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഇനി ചിലർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രിങ്കിങ്, ആൽക്കഹോൾ, ഇതൊരു അഡിക്ഷനായി മാറുന്നു. എന്താ? എപ്പോഴാ കള്ളു കുടിക്കുന്നേ? ലവ് ആൻഡ് കണക്ഷൻ. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ, കൊളീഗ്സ് എല്ലാം കൂടെ കൂടുമ്പോൾ, അല്ല ആരെങ്കിലും ഒരു കൂട്ടുകാരനും കൂടെ വരുമ്പോൾ ലവ് ആൻഡ് കണക്ഷന് വേണ്ടിയിട്ട് അവിടെയാണ് ഒരു 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 സ്ട്രോങ് ബോണ്ടിങ് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. 2, സെർട്ടനിറ്റി. അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൂസാവും, തലയ്ക്കൊന്ന് പിടിക്കും, പിന്നെ ഭയങ്കര രസമാണ്, പിന്നെ തമാശയായി, ചിരിയായി, കളിയായി. ഇവർക്ക് എന്തുകൊണ്ട്? സെർട്ടനിറ്റി, ഉറപ്പ് കിട്ടുന്നുണ്ട്. പിന്നെന്തുണ്ട്? 2 എണ്ണമൊക്കെ അടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ഇവർക്ക് ഭയങ്കര അഡ്വഞ്ചറസ് ആകും, ഭയങ്കര ധൈര്യം കൂടും. പിന്നെ ഇവരൊരു അനിമേറ്റഡ് ആയിട്ട് നിൽക്കും, ഇവർ തമാശയായി, പാട്ടായി. അപ്പൊ എന്തുണ്ട്? സിഗ്നിഫിക്കൻസ് കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. പിന്നെന്ത് കിട്ടുന്നുണ്ട്? ഡിഫറെന്റ് ബ്രാൻഡുകൾ അടിക്കുമ്പോൾ വെറൈറ്റി കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിലർക്ക് ഡ്രിങ്കിങ് ആൽക്കഹോൾ becomes an addiction? Why? അടിക്കുമ്പോൾ അവർക്ക് ഇതിൽ 3 അതിൽ കൂടുതലോ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ജങ്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? എന്തുകൊണ്ടായിരിക്കും? ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അമ്മ സ്ഥിരം ഉണ്ടാക്കി തരുന്ന ഫുഡിനേക്കാൾ ഒരു ടേസ്റ്റ് ഉറപ്പാ. KFCക്ക് ഒരു ടേസ്റ്റ്, അവരുടെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ലേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, KFC ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, പിസ്സ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, എല്ലാം അവരുടെ ടേസ്റ്റ് ബഡ്സിന് വേണ്ടിയിട്ട്. സോ സെർട്ടൻ ആണ്, അതിനൊരു ടേസ്റ്റ് ഉണ്ട് അവർക്ക്. എന്ത് കിട്ടും? സെർട്ടനിറ്റി, വെറൈറ്റി.
KFC ചില ദിവസം കൊണ്ടുവരുന്ന ലേസിന്റെ ഫ്ലേവറിൽ കൊണ്ടുവരുന്നു, ചില ദിവസം കൊണ്ടുവരുന്നത് വേറൊരു ഫ്ലേവർ, സ്പൈസി ചിക്കൻ കൊണ്ടുവരുന്നു, നോർമൽ ചിക്കൻ കൊണ്ടുവരുന്നു, വെറൈറ്റി സാധനങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ജങ്ക് ഫുഡ് എന്ത് കൊടുക്കുന്നുണ്ട്? സിഗ്നിഫിക്കൻസ് അവിടെ നിൽക്കട്ടെ, ലവ് ആൻഡ് കണക്ഷൻ. നമ്മൾ എപ്പോഴാണ് ഇത് കഴിക്കുന്നത്? കൂട്ടുകാരെല്ലാം കൂടെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്തു പോകുമ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നു. എന്ത് കിട്ടുന്നു അതിൽ നിന്ന്? ലവ് ആൻഡ് കണക്ഷൻ. 3 അതിൽ കൂടുതലോ കാര്യങ്ങൾ നേടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം അവർ അഡിക്ഷൻ. ഇതിൽ ഈ പറഞ്ഞ 3 എന്ത് കൈൻഡ് ഓഫ് അഡിക്ഷൻ ആണ്? നെഗറ്റീവ് അഡിക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്? ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ 6 എണ്ണത്തിൽ 3 അതിൽ കൂടുതലോ ബേസിക് നീഡ്സ് അവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ 3 അതിൽ കൂടുതലോ സാറ്റിസ്ഫൈഡ് ആകുന്നോ അത് വിൽ ബിക്കം അവർ അഡിക്ഷൻ. ഇനി പോസിറ്റീവ് അഡിക്ഷൻസ് എന്താണ്? നമ്മളുടെ പോസിറ്റീവ് അഡിക്ഷൻസ് വരുന്നത്, ഈ അഡിക്ഷൻ വന്നാലുള്ള ഒരു പ്രശ്നം, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബ്രേക്ക്. കാരണം മറ്റ് എന്ത് ചെയ്യുമ്പോഴും ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നില്ല. കിട്ടാതിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? നമുക്ക് ഭ്രാന്ത് പിടിക്കും. സോ വി കനോട്ട് സ്റ്റോപ്പ് അഡിക്ഷൻ. മനസ്സിലാക്കിക്കോ, നമ്മളുടെ കുടുംബത്ത്, അത് ഭർത്താവിനായിക്കോട്ടെ, ഭാര്യയ്ക്കായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ, ആർക്ക് അഡിക്ഷൻ ഉണ്ടോ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് സ്റ്റോപ്പ് അഡിക്ഷൻ. കാരണം അത് ചെയ്യുമ്പോൾ അവർക്ക് ഇത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് അവർ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. Then what is the solution? The only solution is we can replace it. മറ്റൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇതിന് പകരം മറ്റൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇതേ കാര്യത്തിന് ഒരു പ്രവൃത്തി, ഈ പ്രവൃത്തിക്ക് പകരം മറ്റൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദാറ്റ് ഹാബിറ്റ്. പതുക്കെ എന്താക്കണം? ഇതിനെ അങ്ങ് മാറ്റി റീപ്ലേസ് ചെയ്യാൻ. ആ യാത്രകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ നിന്ന്, ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഈ പ്രശ്നം വരുന്നു, ഈ അഡിക്ഷന്റെ പ്രശ്നം വരുന്നു, നമുക്ക് അവരെ റീപ്ലേസ് ചെയ്യിപ്പിക്കാൻ പറ്റണം. മക്കൾക്ക് ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീലിങ്സ്, അതേ നീഡ്സുകൾ നമ്മൾക്ക് എക്സർസൈസ് ചെയ്യുന്നതിൽ കൂടി, അവൻ്റെ ബോഡി ബിൽഡിങ്ങിൽ കൂടി, അവൻ്റെ ഹെൽത്തിൽ കൂടി കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനെന്ത് ചെയ്യണം? അവനെ ആ ലെവലിലുള്ള ജിമ്മിൽ കൊണ്ടുപോയി വിടണം. അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടണം. അവന് അവിടെ വെറൈറ്റി കിട്ടുന്ന രീതിയിലുള്ള, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതേ പ്ലഷർ, ആ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ പ്ലഷർ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന പല വ്യത്യസ്തമായ ഫുഡിൽ കൂടി. നമ്മൾ എന്നും ഈ ചോറും പരിപ്പും വറുത്ത മീനും ഇടിച്ചു കയറ്റി വായി വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് പിള്ളേർക്ക് അത് ഇഷ്ടമല്ലാത്ത. മനസ്സിലാവുന്നോ? അപ്പം അവർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ റീപ്ലേസ് ചെയ്യുന്ന സ്വഭാവം ഈ പറഞ്ഞ ബേസിക് നീഡ്സിനെ ഹയർ ലെവലിൽ സാറ്റിസ്ഫൈ ചെയ്യണം. വെറുതെ വിശപ്പ് മാറിയ പോരാ, അത് ഷുഡ് ഗിവ് ദം ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? നമ്മൾക്ക് ഓരോ അഡിക്ഷൻ്റെ അകത്തും സാധിക്കത്തുള്ളൂ. ആനന്ദ്, ജസ്റ്റ് ഒന്ന് പറയൂ. ഇത് വളരെ ക്ലിയർ ആണ്. അതായത് നമ്മൾ പോലും അറിയാതെയാണ് ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല നോർമലി. അപ്പൊ നമ്മൾ പലപ്പോഴും ഈവൻ ഓഫീസിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളല്ല. സോ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അഡിക്ഷൻ. അപ്പൊ ഈ അഡിക്ഷൻ മാറ്റാൻ പലരും ട്രൈ ചെയ്യും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ഏറ്റവും ഈസിയസ്റ്റ് വേ ഇസ് ടു റീപ്ലേസ് അഡിക്ഷൻ. നമ്മൾ ഈ പ്രേമിക്കുന്ന സമയത്ത് എന്താണ് സംഭവം? എന്താണ് അവിടെ? സെർട്ടനിറ്റിയാണ്, ഉറപ്പാണ്. അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ വിളിക്കുന്ന സമയത്ത്, അവരെ കാണാൻ പറ്റുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലാണ് നമുക്കൊരു ഇമോഷനാണ്, അവിടെ ഒരു ഉറപ്പാണ്. അവരുമായിട്ടിരിക്കുന്ന സമയം വളരെ രസകരമായിരിക്കും എന്നുള്ള സെർട്ടനിറ്റി നമുക്കുണ്ട്. അപ്പം പ്രണയിക്കുന്ന സമയത്ത് സെർട്ടനിറ്റി കിട്ടുന്നുണ്ട്. ഇന്ന് വരെ കിട്ടാത്ത ഒരു ഫീലാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. ആ ഇമോഷൻ, ആ വെറൈറ്റി അവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇത്രയും നാൾ എന്നെ സ്നേഹിച്ചത് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂട്ടുകാരും ഒക്കെ ആയിരുന്നു. ഇന്ന് എനിക്ക് വ്യത്യസ്തമായ ഒരു പ്രണയം കിട്ടുന്നു. 3,
അവിടെ പ്രണയിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ആനന്ദേ? നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇന്നത്തെ ചുരിദാർ സൂപ്പർ, ഇന്ന് നിന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവൾ ഇങ്ങോട്ടും പറയും, ഇന്ന് മുടി വെട്ടിയ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ പ്രണയിക്കുന്ന സമയത്ത് എന്ത് പറയുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട്, പരസ്പരം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ ലവ് ആൻഡ് കണക്ഷൻ. എപ്പോഴും വിളിക്കണം, എപ്പോ ഒരു മിനിറ്റ് ഫ്രീ കിട്ടിയാലും ഫോൺ എടുക്കണം, മെസ്സേജ് അയക്കണം, കാണണം എന്നൊക്കെ ഉള്ള തോന്നൽ. ഓക്കെ, കല്യാണം കഴിച്ചു. ഇതേ കാമുകി ഇപ്പൊ ആരായി? ഭാര്യയായി. ഭാര്യയായി കഴിയുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സർട്ടനിറ്റി. എന്ത് ചെയ്താലും ഇത് കൂടെ കാണും, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് അവിടെ തന്നെ നിൽക്കും, ഉറപ്പാ. ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഒരു ഫീൽ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫാമിലി ലൈഫിൽ സർട്ടനിറ്റി ഈസ് ദെയർ, അതവിടെ ഉണ്ട്, ഉറപ്പാണ്. അവൾ എന്നെ വിട്ടു പോയില്ല, അവൻ എന്നെ വിട്ടു പോകില്ല എന്ന ഉറപ്പ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കുറെ കഴിയുമ്പോൾ ഈ വെറൈറ്റി ഇല്ലാതായിപ്പോ. ഫാമിലി ലൈഫിൽ വെറൈറ്റി ഇല്ലാതായിപ്പോ. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എന്നും ഒരേ ലൈഫ് ആകരുത്, നമ്മളിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കണം. അവിടെ വെറൈറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതെന്താണ് വെറൈറ്റി? ചിലപ്പോൾ നമ്മളുടെ വീട് ഒന്ന് മോടി പിടിപ്പിക്കുന്നതാകാം, കുറച്ചുകൂടെ നല്ല വീട്ടിലേക്ക് മാറുന്നതാകാം, മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതാകാം, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഒന്ന് പുറത്തു പോകുന്നതാകാം, വർഷത്തിൽ ഒരിക്കൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാണെങ്കിലും ഒരു 2, 3, 5 ദിവസത്തേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുമ്പോൾ അവിടെ ഒരു വെറൈറ്റി ആ ഫാമിലിക്കകത്ത് കൊണ്ടുവരികയാണ്. അതല്ലാതെ സ്ഥിരം ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്നാൽ ആ ഫാമിലി ലൈഫിൽ എന്ത് കിട്ടില്ല? വെറൈറ്റി കിട്ടില്ല. പ്രണയിക്കുന്ന സമയത്തുണ്ടായിരുന്ന വെറൈറ്റി ഫാമിലി ലൈഫിൽ ഇല്ലാതായിപ്പോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ തിയേറ്ററിലല്ലേ സിനിമ കാണാൻ? നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ പാറ്റേണിലുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ടല്ലേ? മലയാളം മാത്രമാണെങ്കിൽ മലയാളം മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും ഇല്ല. അതിൽ തന്നെ ഇന്ന പാറ്റേണിലുള്ള സിനിമയ്ക്കേ പോകത്തുള്ളൂ, ഒരു വെറൈറ്റി ഇല്ല, ഭയങ്കര ബോറാ. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് എവിടെയാ? ഒരേ റെസ്റ്റോറൻറ്റിലാണോ? ആണോ? നിങ്ങൾ അവിടെ പോയിരുന്ന് കഴിക്കുന്നത് എന്താ? ഒരേ തരം ഫുഡ്. ഇപ്പൊ എന്തില്ലാതായി പോയി? വെറൈറ്റി ഇല്ലാതായി പോയി. അങ്ങനെ വരുന്ന സമയത്ത് ഇനി അടുത്ത മൂന്നാമത്തേലേക്ക് വരുമ്പോ എന്താ? എത്ര നാളായി അവരെ ഒന്ന് നന്നായിട്ടൊന്ന് പുകഴ്ത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, ആ ഡ്രസ്സ് നല്ല ചേർച്ചയുണ്ട്, ഇന്ന് നല്ല രസമുണ്ട് കേട്ടോ, ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ നീ ഉണ്ടാക്കിയത്, അല്ലെ ചേട്ടാ മറ്റേ ആ വീഡിയോ ഉണ്ടല്ലോ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ, ഇന്ന് ചേട്ടൻ കിങ്സ് ക്ലബ്ബിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു, അടിപൊളിയായിട്ട് സംസാരിച്ചു കേട്ടോ, ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ, പറഞ്ഞിട്ടുണ്ടോ? എന്നാലും അത്രയും കഷ്ടപ്പാടിൽ നിന്ന് ഇവിടെ വരെ എത്തിയില്ലയോ? അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കും, നിങ്ങളുടെ മിടുക്ക് തന്നെയാ കേട്ടോ, പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് പറയുമായിരുന്നു. ഇതിപ്പോ ഫാമിലി ലൈഫിൽ പലർക്കും ഇല്ല. ഏത്? പ്രണയിക്കുന്ന സമയത്ത് 6 ബേസിക്സ് നീഡ്സിൽ 4 കാര്യങ്ങൾ നേടുന്നുണ്ടായിരുന്നു, എൻ്റെ 4 കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു വിവാഹ ജീവിതമായി മാറിയപ്പോൾ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഏത്? സർട്ടനിറ്റി, ഉറപ്പ്. മരണം വരെ അവൾ കൂടെ കാണും അല്ലെങ്കിൽ അവൻ കൂടെ കാണുമെന്ന ഉറപ്പ് മാത്രം. ബാക്കി 5 നീഡ്സും കിട്ടുന്നില്ല. അത് കിട്ടാതെ വരുമ്പോൾ ആനന്ദം എന്ത് സംഭവിക്കും? അവര് വെറൈറ്റി അന്വേഷിക്കും, അവര് സിഗ്നിഫിക്കന്റ് ആകുന്ന ആരാണോ അവരെ പുകഴ്ത്തുന്നത് അവരുടെ അടുത്തേക്ക് ഒരു ചായ്വ്, വേറെ ബന്ധങ്ങളിലേക്ക് പോകുമെന്നല്ല പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ ഡിഫറൻസ്? അവിടെ എങ്ങനെയാ ലവ് ആൻഡ് കണക്ഷൻ ഉണ്ടാകുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ടൊരു യാത്ര പോയിട്ട് എത്ര നാളായി? നിങ്ങൾ മാത്രമായിട്ടൊന്ന് നടക്കാൻ പോയിട്ട് എത്ര നാളായി? നിങ്ങൾ മാത്രമായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട് എത്ര നാളായി? നിങ്ങൾ മാത്രമായി ഇരുന്നൊന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് എത്ര നാളായി? നിങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു സിനിമ കണ്ടിട്ട് എത്ര നാളായി? അവിടെ എങ്ങനെയാണ് ലവ് ആൻഡ് കണക്ഷൻ ഉണ്ടാവുക? എങ്ങനെയാണ് പിന്നെ ആ സ്നേഹം നിലനിൽക്കുന്നത്? ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ഒന്നിച്ചൊന്ന് കിടന്നിട്ട് എത്ര നാൾ? മിഥുനം സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ചായ കുടിച്ചിട്ട് വാച്ചൂരി കൊടുക്കുന്നവന്, ചായക്കാശിന് പകരം വാശൂരി കൊടുക്കുന്നവന്റെ മനസ്സിൽ എവിടുന്ന പ്രണയം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഭാര്യയ്ക്ക് വേണ്ടത് നിന്റെ ബിസിനസ് വളർത്തുക എന്നുള്ളതല്ല, നിന്റെ കാശല്ല, നീ കൊടുക്കുന്ന സൗഭാഗ്യങ്ങളല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് നിന്നിൽ നിന്ന് ചില കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ പറ്റണം. അതല്ലാതെ പൊന്നുകൊണ്ടിട്ട് മൂടിയെന്ന് പറഞ്ഞാൽ യു കനോട്ട് സാറ്റിസ്ഫൈ ദം. ശരിയാണോ? ഇവിടെ ഇരിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ? സാറ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഏത് ഉം. കാര്യത്തിലും നമ്മൾ അവര് നമ്മളോടൊപ്പം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം എന്തുണ്ടെന്ന് പറഞ്ഞാലും ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അത് ഈ ലവ് ആൻഡ് കണക്ഷൻ അത് കറക്റ്റായ കാര്യമാണ്. ഇപ്പം സാറ് നമുക്ക് വേണ്ടി അജിത്ത് ബൊട്ടീക്ക് ഇട്ട് തന്നു അല്ലേ, നമ്മുടെ അതെ തുണിക്കട തുടങ്ങി തന്നു. അതോടുകൂടി അജിത്തിന്റെ കടമ തീർന്നു, അല്ലെങ്കിൽ അതാണോ അജിത്തിൽ നിന്ന് ശരിക്കും പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല, അതല്ലല്ലോ. ഇപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ നീഡ്സിൽ ഒന്ന് മാത്രമാണ്. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിലേ എല്ലാം ഉണ്ടാവുള്ളൂ. എന്ത് സ്വത്തുകൾ ഉണ്ടാക്കി തന്നാലും എന്തുണ്ടാക്കി തന്നെന്ന് പറഞ്ഞാലും അവരുടെ ലവ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി എനിക്ക് എന്ത് ചെയ്തു തന്നാലും ഹസ്ബൻഡിന്റെ കൂടെ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. യെസ്, ഇതിനെ നമ്മൾ മറ്റൊരു ലെവലിൽ നിന്ന് വേണം ഈ കുടുംബജീവിതത്തെ നയിക്കാൻ. കാരണം നമ്മളെല്ലാവരും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലൈഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല ലൈഫ് പോകുന്നത്. ലൈഫ് എപ്പോഴും പോകുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ലൈഫിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ലൈഫ് ജീവിതം മുന്നോട്ട് പോകുന്നത് സ്ട്രെയിറ്റ് ലൈനിലല്ല. ഇതിങ്ങനെ കയറി ഇറങ്ങി കയറി, എന്താണ്, ഒരു ഉയർച്ച ഒരു താഴ്ച, ഒരു ഉയർച്ച ഒരു താഴ്ച, ഒരു ഉയർച്ച ഒരു താഴ്ച. അപ്പം നമ്മൾ കേവലം ഈ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനിൽ മാത്രം ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്നും അജിത്തേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവും, എന്നും അനിലേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊരു തോന്നൽ, അല്ലെ ആ ഡിപ്പെൻഡൻസി ഭയങ്കരമായിട്ട് വരും. ഈ പോസിറ്റീവ് എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്താ പറഞ്ഞ, ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്. ഈ ഇറക്കം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. അപ്പൊ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് ഹാർഡ് ടൈംസ് വരും, ബുദ്ധിമുട്ടേറിയ സമയം നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കും. ശരിയാണോ? എല്ലാ ആഴ്ചയിലും സന്തോഷമുണ്ട്, ചിലപ്പോൾ ഒരു പ്രശ്നം വരും, വീണ്ടും നല്ല സന്തോഷം, ഇങ്ങനല്ലേ മുന്നോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ മാസത്തിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ വർഷങ്ങളിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ടല്ലോ, സന്തോഷമുണ്ട്, ഒരു സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടം, ഇങ്ങനല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? യെസ്, പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ വേണം, വേണ്ടെന്നല്ല, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിക്കണം. പക്ഷേ നമുക്ക് എന്ത് വേണം? വി ഷുഡ് ഓൾവേസ് ഹാവ് എ നെഗറ്റീവ് പ്രിപ്പറേഷൻ. എന്താണ്? നെഗറ്റീവ് പ്രിപ്പറേഷൻ വേണം. എന്താ നെഗറ്റീവ് പ്രിപ്പറേഷൻ? ഞാൻ ഈ പ്രതീക്ഷിക്കുന്നത് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും എന്ന, അങ്ങോട്ട് പോകാതെ ഇതെവിടെങ്കിലും ഒന്ന് പൊട്ടിയാലോ? എന്താണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ? ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി ഇത് നടന്നാൽ ഇത് എവിടെ വന്ന് വീഴണം, ആ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. ഞാൻ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? വിത്ത് എ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ. പക്ഷേ നമുക്ക് എന്ത് വേണം? വി ഷുഡ് ഓൾവേസ് ഹാവ് എ നെഗറ്റീവ് പ്രിപ്പറേഷൻ. കാരണം വളരും തോറും വീഴാനുള്ള സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി ബിസിനസ്സുകാർക്ക്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് വേണം? ഞാൻ ലൈഫ് പാർട്ട്ണർക്ക് പറഞ്ഞു തരികയാണ്, ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ എപ്പോഴും വേണം. ആ നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? നമുക്ക് സേവിങ്സ് വേണം, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം, നമുക്ക് ഇൻഷുറൻസ് വേണം. എന്തിനാണ്? ഈ കയറ്റത്തിൽ എവിടെങ്കിലും വീണാലും വന്ന് വീഴുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത്, എന്താണ് സേവിങ്സ്, എന്താണ് വീട്, എന്താണ് സ്വത്ത്, എന്താണ് ഗോൾഡ്, എന്താണ് പണം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും സംഭവിച്ചാലും വന്ന് വീഴുന്നത് അവിടെ ആയിരിക്കണം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പടുകുഴിയിലായിരിക്കും വീഴുന്നത്. ഞാൻ എപ്പോഴും കിങ്സ് ക്ലബിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, നിങ്ങൾ സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിനാണെന്ന് അറിയാം? ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് 25 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് എനിക്ക് വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാനത് നേടി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എന്തെങ്കിലും കാരണവശാൽ വീണാലും
എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും വന്ന് വീഴുന്നത് ഈ 25 കോടിയുടെ മണ്ടയ്ക്കാണ്. ഇവിടെ നിന്ന് കയറിയാൽ മതി അവർ. പിന്നെ ഞാൻ ഇല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്ത് ഈ നെഗറ്റീവ് പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ ഇബ്രാഹിമിക്ക? ഈ വീഴുന്നത് പടുകുഴിയിലായിരിക്കും. എന്ത് ചെയ്യണമെന്ന് മായക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് പപ്പുണ്ണിക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് കുഞ്ഞൂട്ടൻ അറിയത്തില്ല. അവര് പോയി വീഴുന്നത് ഇവിടെയായിരിക്കും. കയറി വരാൻ പറ്റുമോ നെയ്മേ? നമ്മളെ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്തു വെക്കേണ്ടത് ഈ പ്ലാറ്റ്ഫോമാണ്. അവരെവിടെ വന്ന് വീഴണമെന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം. ആനന്ദിന് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കിട്ടുന്ന എല്ലാം തിരിച്ച് ബിസിനസ്സിലേക്ക് ഇടുകയല്ല വേണ്ടത്. കിട്ടുന്നതിലൊരു പങ്ക് നെഗറ്റീവ് പ്രിപ്പറേഷൻ, അതിനെ നാട്ടുകാർ സേവിങ്സ്, വീട്, അത് ഇത് എന്നൊക്കെ പറയും, ആ രീതിയിൽ അതിനെ മാറ്റിയിടണം. ആക്ച്വലി ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് പ്രിപ്പറേഷനാണ് ആ സേവിങ്സ്, ആ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ലൈഫ് പാർട്ട്ണർ എന്ത് ഉറപ്പുവരുത്തണം? ഈ കയറിപ്പോകുന്ന കൂട്ടത്തിൽ വന്ന് വീഴാനുള്ള സ്ഥലം ഏട്ടൻ ഉണ്ടാക്കുന്നുണ്ട്, ഇക്ക ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഇത് ഉറപ്പ് വരുത്താൻ വേണ്ടി അവരോട് പറയണം, അവരെ നിർബന്ധിക്കണം. അല്ലാതെ എന്നും ഈ ഇക്കായും ഏട്ടനും ഒന്നും എൻ്റെ കൂടെ കാണത്തില്ല, എന്നും അവൾ എൻ്റെ കൂടെ കാണത്തില്ല. ലൈഫാണ്. കേൾക്കുമ്പോൾ വിഷമം തോന്നും, പക്ഷെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ അർത്ഥം അത് പ്രതീക്ഷിച്ചു പോകണമെന്നല്ല. ഓൾവേസ് ഗ്രോ വിത്ത് പോസിറ്റീവ് എക്സ്പെക്ടേഷൻ, പക്ഷേ ബി പ്രിപ്പയർഡ് ഫോർ ദ നെഗറ്റീവ് തിങ്. അതിന്റെ പേരാണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ. നെഗറ്റീവ് പ്രിപ്പറേഷൻ വാട്ട് ഈസ് ഇറ്റ്? സർ, നമ്മളെ വീട് ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ ആണ് സർ. അത് സെറ്റാക്കി വെക്കണം. നമ്മളിവിടെ ദുബായിലുണ്ടെങ്കിലും നാട്ടിലൊന്ന് സെറ്റാക്കി വെക്കണം. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവർക്ക് സെറ്റായിട്ട് വെക്കണം. പിന്നെ അവർക്കുള്ള ഇൻകമിനുള്ളത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വെക്കണം. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് എന്ത് സംഭവിക്കാം. അത് ഇപ്പൊ ഗൾഫിലെല്ലാം ആണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ എന്തൊക്കെ സംഭവിക്കാം. അതൊക്കെ നമ്മൾ കാണണം. ഇവിടുത്തെ ഗവൺമെന്റ് റൂൾ ഒന്ന് മാറ്റിയാൽ പോരെ? ഇന്ത്യക്കാരെ എല്ലാം പറഞ്ഞു വിടാൻ തീരുമാനിക്കും, എന്ത് ചെയ്യും? അതെ. നമ്മളൊരു പുതിയ ബ്രാഞ്ച് തുടങ്ങി, അല്ലെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എടുത്ത് പുതിയൊരു ബിസിനസ് തുടങ്ങി, അത് പൊട്ടിപ്പോയി, എന്ത് ചെയ്യും? ഇപ്പൊ ഞാനോ തന്നെ സാർ, ഇപ്പൊ ആക്ച്വലി നാട്ടിൽ അതുണ്ട്. ഞാൻ ഇവിടെ ഒരു സെറ്റപ്പിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നാട്ടിലൊരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റണം. 2 സ്ഥലത്തും നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സാർ ആക്ച്വലി പ്രിഫറബിൾ. അപ്പൊ നമ്മളുടെ 6 ബേസിക് നീഡ്സ് ആണ്. 1 സെർട്ടനിറ്റി അല്ലെങ്കിൽ അഷുറൻസ്, 2 വെറൈറ്റി അല്ലെ അല്ലെങ്കിൽ വ്യത്യസ്തത, 3 സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ യുണീക്നെസ്, 4 ലവ് ആൻഡ് കണക്ഷൻ, റൈറ്റ്? ലവ് ആൻഡ് കണക്ഷൻ. 5 ഗ്രോത്ത്, 6 കോൺട്രിബ്യൂഷൻ. ഞങ്ങൾ ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നറിയോ? ഈ ബിസിനസ്സിൽ നിൽക്കുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. യെസ്, ഗ്രോത്ത്. വളരുന്നുണ്ട് ഞങ്ങൾ, ഇല്ലെങ്കിൽ വളരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ബിസിനസ്സിന്റെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുന്നു. 2, ഞങ്ങൾക്ക് ബിസിനസ്സിന്റെ അകത്ത് നമ്മുടെ സ്റ്റാഫുമായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടും നമ്മുടെ സപ്ലയേഴ്സുമായിട്ടും ബാങ്കുകാരുമായിട്ട് ഈ കിങ്സ് ക്ലബ്ബ് പോലുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ലവ് ആൻഡ് കണക്ഷൻസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പം ഇബ്രാഹിമിക്ക ഞാനുമായിട്ട് ഇപ്പൊ എവിടെ പോയാലും എനിക്കൊരു മെസ്സേജ് ഇടും, സാറേ ഞാൻ ഇന്ന കാര്യം ചെയ്യുക കേട്ടോ. എന്താ? ദർ ഈസ് എ ലവ് ആൻഡ് കണക്ഷൻ. കറക്റ്റ് അല്ലേ ഇബ്രാഹിമിക്ക? ആ സ്നേഹബന്ധം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റൊന്നെന്താണ്? ഞങ്ങൾ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. സങ്കടപ്പെടുന്നവർക്ക് സഹായങ്ങൾ ഒരുപാട്, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും. അത് വലിയ എമൗണ്ടുകളും കൊടുക്കുന്നുണ്ട്, പറ്റുന്ന പോലെ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ ശരി ഞങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഈ നീഡും സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഏതിൽ നിന്ന്? ബിസിനസ്സിൽ നിന്ന്. സിഗ്നിഫിക്കൻസ്. ഇപ്പൊ ഇന്ന് എഹിയയ്ക്ക്, അസ്മലിക്ക, മുജീബിക്ക, ആനന്ദ്, ഇവരെയൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ സംസാരിപ്പിക്കുക. എന്താ ഇവിടെ കിട്ടുന്നത്? ഇത്രയും പേരുടെ മുന്നിൽ അവർക്കൊരു സിഗ്നിഫിക്കൻസ് കിട്ടുകയാണ്. എന്ത്? ഒരു യുണീക്നെസ്. അവർക്ക് ഒരു അംഗീകാരം കിട്ടുകയാണ്. ഈ കിങ്സ് ക്ലബിലുള്ള എല്ലാവരും എല്ലാ ദിവസവും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സിഗ്നിഫിക്കൻസ്. എവിടെ ചെന്നാലും ഒരു ചെയർ, ബാങ്കിൽ ചെന്നാലും ഇന്ന കമ്പനിയുടെ ഓണർ, വാ സാറേ ഇരിക്കും. ആ സിഗ്നിഫിക്കൻസ് ബിസിനസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? സിഗ്നിഫിക്കൻസും കിട്ടുന്നുണ്ട്.
ഞങ്ങൾക്ക് എല്ലാ ദിവസവും വെറൈറ്റി കിട്ടുന്നുണ്ട്. ഇന്നലെ ചെയ്ത കാര്യമല്ല ഇന്ന് ചെയ്യുന്നത്, ഇന്നലെ കണ്ട കസ്റ്റമറെ അല്ല ഇന്ന് കാണുന്നത്, ഇന്നലത്തെ സ്റ്റാഫ് ആയിരിക്കത്തില്ല ഇന്നത്തെ സ്റ്റാഫ്, ഇന്നലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല ഇന്നത്തെ, ഇന്നലെ പോയ സ്ഥലത്തായിരിക്കത്തില്ല ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വെറൈറ്റി കിട്ടുന്നുണ്ട്, അഷുറൻസ്. ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പാണ്. കാശ് കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ള പല ഉറപ്പുകളും. എൻ്റെ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പല അഷുറൻസും ഞങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലേ മഞ്ജീവിക്ക? അവിടെ എന്താ നമുക്ക് സംഭവിക്കുന്നത്? ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 6 ബേസിക് നീഡ്സും ബിസിനസ്സിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നില്ല? വളരെ കുറച്ച്. ഇപ്പം അഷുറൻസ് കിട്ടുന്നുണ്ട് ഫാമിലിയിൽ നിന്ന്, ശരിയല്ലേ? വെറൈറ്റി ഫാമിലിയിൽ ഇല്ല. പിന്നെ നമുക്ക് വരുന്നത്, നമുക്ക് അങ്ങ് ലവ് ആൻഡ് കണക്ഷൻ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ലെറ്റ്സ് സേ പരസ്പരം നമ്മൾ അംഗീകരിച്ചു പോകുന്നു, സിഗ്നിഫിക്കൻസും കിട്ടുന്നുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ 6 നീഡ്സുകൾ സാറ്റിസ്ഫൈഡ് ആകുന്നു. ഫാമിലിയിൽ വരുമ്പോൾ 3 നീഡ്സേ സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ. അപ്പൊ എനിക്ക് ബിസിനസ്സുകാർക്ക് എവിടെ നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം? ഓഫീസിൽ നിൽക്കുന്നതായിരിക്കോ വീട്ടിൽ നിൽക്കുന്നതായിരിക്കോ? ഓഫീസിലെ കാര്യം ചെയ്യുമ്പോഴായിരിക്കോ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും എനർജി, അതോ വീട്ടിലെ കാര്യം ചെയ്യുമ്പോഴായിരിക്കുമോ? അതുകൊണ്ടാണ് ഞായറാഴ്ച പോലും വീട്ടിലിരിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കാത്തത്. മനസ്സിലാവുന്നു? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബോറടിക്കുന്ന ദിവസമാണ് അവധി ദിവസം. കാരണം എന്താ? അന്ന് നമുക്ക് ഈ 6 നീഡ്സും നടക്കുന്നില്ല, 2 or 3 കിട്ടുന്നുള്ളൂ. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിൽ പ്രശ്നങ്ങളും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പോലും അറിയാതെ ബിസിനസ് ഹാസ് ബിക്കം ആൻ അഡിക്ഷൻ. കാരണം എന്താ? ബിസിനസ് ചെയ്യുമ്പോൾ 3 അതിൽ കൂടുതലോ അല്ല 6 ബേസിക് നീഡ്സും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ്, ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോകുമ്പോഴേ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കസ്റ്റമർ വിളിക്കുക, സിനിമയല്ല നിങ്ങൾക്ക് പ്രയോറിറ്റി, സിനിമയാ, ഞങ്ങൾ ഫോണും എടുത്തോണ്ട് പുറത്തിറങ്ങും. വൈ? ആ സിനിമയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ സാറ്റിസ്ഫാക്ഷൻ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ആ കോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു കോള് വരുമ്പോൾ, മെസ്സേജ് വരുമ്പോൾ അവിടെ അത് ഇട്ടിട്ട് ഓടുന്നത്. പക്ഷെ അവിടെ ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. മായ രാവിലെ തൊട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി എനിക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്തുവാ ഇന്നത്തെ വെറൈറ്റി? ഇന്നലത്തേൻ്റെ അകത്ത് മുരിങ്ങക്കോൽ ഇട്ടിരുന്ന് ഇന്നത്തേൻ്റെ അകത്ത് മുരിങ്ങക്കോൽ ഇല്ല. ഇതാണ് അവളുടെ വെറൈറ്റി. എന്നിട്ട് ചേട്ടൻ ഇപ്പൊ വന്ന് ഇതങ്ങോട്ട് കഴിച്ചിട്ട് എന്നെ പുകഴ്ത്തി പറയുമെന്നും പറഞ്ഞിട്ടിരിക്കുവാണ് പുള്ളിക്കാരി. എന്റെ ഇഷ്ടം എന്താണ്? അവിടുന്ന് അരുണ് വിളിച്ചിട്ട് അല്ലെങ്കിൽ അഖില് വിളിച്ചിട്ട് പറയാ, സാറേ ഏതാണ്ട് 5 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ജഗ ജഗ ജഗ. ഇവിടെ അവിടെ മനസ്സിൽ എന്തോ ഇപ്പൊ പറയുമായിരിക്കും സാമ്പാറിന്റെ വ്യത്യസ്തത, ഇപ്പൊ പറയായിരിക്കും ഞാൻ ഇട്ട പൊട്ട്, ഇന്നലെ വരെ ഞാൻ കറപ്പായിട്ടിരുന്നു ഇന്ന് കണ്ട ചോപ്പ്, ഇപ്പൊ പറയുമായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തുവാ? അഖിലിന്റെ കോള് വന്നില്ലല്ലോ, അഖിലിന്റെ കോള് വന്നില്ലല്ലോ. ഇവളുടെ മനസ്സിൽ എന്തുവാ? ഇതുവരെ കറപ്പ് പറഞ്ഞില്ലല്ലോ. എൻ്റെ പൊന്നാനന്ദേ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് സമ്മതിക്കണം. കാരണം ഒരിടത്ത് അഡിക്ഷന്റെ പീക്ക്, മറ്റേ സ്ഥലത്ത് അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ബിസിനസ്സുകാരുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി. എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇത്രയും അഡിക്റ്റഡ് ആയിരിക്കുന്നത്? ഈ 6 കാര്യവും ബിസിനസ്സിൽ നിന്ന് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടനിറ്റി ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നത് ബിസിനസ്സാ. അപ്പോ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇന്ന്, ഒരു മാസങ്ങളായിട്ട് പുറേന് നടന്ന ഒരു ക്ലയന്റിന്റെ ക്ലോസിംഗ് ഉണ്ട് ഇന്ന്. മോനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ പറയും നീ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എനിക്കിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. അത് നിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അത് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് തോന്നുന്നോ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്ന്?
ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ലൈഫിൽ ഇതേന്നും പറഞ്ഞ് നടക്കുക എത്ര നാളായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇത്രയും കൺസിസ്റ്റന്റ് ആകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇത്രയും ഡിസിപ്ലിൻഡ് ആകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇത്രയും പ്രഷർ താങ്ങാൻ പറ്റുമോ? ആരാണ് നമ്മളുടെ ഫാമിലിയിലെ ഏണിംഗ് മെമ്പർ? ഏണിംഗ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വരുമാനം കൊണ്ടുവരുന്നത്? കാശില്ലാതെ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഈ പറയുന്ന സ്വപ്ന ജീവിതവും അല്ലെങ്കിൽ ഈ പറയുന്ന സുഖവും സൗകര്യവും ഒന്നും പട്ടിണി കിടക്കുന്ന ഒരുത്തന്റെ മനസ്സിലും പ്രണയം വരത്തില്ല. അതിന് കാശ് തന്നെ വേണം. അപ്പം നമ്മൾ നോക്കേണ്ടത് എൻ്റെ കുടുംബത്തെ ആ പണം കൊണ്ടുവരുന്നു. പണം തരുന്നത്, പണം നമുക്ക് സന്തോഷം തരുന്നില്ല, പക്ഷേ പണം ഉപയോഗിച്ച് നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. പണം നമുക്ക് എന്ത് തരും? ചോയ്സ് തരും, ഓപ്ഷൻസ് തരും. പണം ഇല്ലെങ്കിൽ ചോയ്സ് ഇല്ല. മനസ്സിലാവുന്നോ? എൻ്റെ കയ്യിൽ പണം ഉള്ളത് കൊണ്ടാണ് എനിക്ക് എവിടെ താമസിക്കണമെന്ന് എനിക്കിപ്പോൾ തീരുമാനിക്കുക. എനിക്ക് ചോയ്സ് ഉണ്ട്. വൈ? ഈ ചോയ്സ് എവിടെ നിന്ന് കിട്ടിയതാ? കാശിൽ നിന്ന് കിട്ടിയ. കാശില്ലാത്തവൻ എന്താ? ചോയ്സ് ഇല്ല. അപ്പം ആ കാശ് നമുക്ക് വേണം. അപ്പം നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പം ഞാനും മായ BEd കഴിഞ്ഞതാ, അവള് സ്കൂൾ ടീച്ചറാ. അവള് സ്കൂളിൽ പോവുകയാണെങ്കിൽ, പഠിപ്പിക്കാൻ പോയാൽ എത്രയാണ് മാക്സിമം ഏൺ ചെയ്യാൻ? അവൾക്ക് പോകണമെങ്കിൽ ഞാൻ പറയുകയാണ്, നീ പൊയ്ക്കോ. പക്ഷെ നിനക്ക് മാക്സിമം എത്ര ഏൺ ചെയ്യാൻ പറ്റുന്നത്? കൂടിപ്പോയി കഴിഞ്ഞാൽ 15,000 രൂപ, അല്ലെ 20,000, അല്ല 30,000 രൂപ. അങ്ങ് അറ്റം പോയാൽ 30,000 രൂപ. ഇനി അതല്ല, വല്ല സ്കൂളിലോ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അതിന് ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് മേടിച്ചു കഴിഞ്ഞാൽ 60,000 70,000 രൂപയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല, കിട്ടുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മണിക്കൂറിന് 5 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂറിന്. നീ ഒരു മാസം കൊണ്ടാണ് അത് ഏൺ ചെയ്യുന്നത്. അപ്പം എന്താണ് ഞങ്ങൾ തമ്മിൽ എടുത്ത മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താണ് അവക്ക് വേണ്ടത്? ലവ് ആൻഡ് കണക്ഷനാണ്, അതല്ലാതെ സിഗ്നിഫിക്കൻസ് അല്ല. മായയ്ക്ക് സിഗ്നിഫിക്കൻസ് ആണ് വേണ്ടതെങ്കിൽ ഉറപ്പാണ് ഇന്നും അവർ നാട്ടിൽ കണ്ടേനെ, അവള് ടീച്ചറായിട്ട് സ്കൂളിൽ ഞാൻ പറഞ്ഞു വിട്ടേനെ. അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് അതല്ല നീഡ്. അവൾക്ക് വേണ്ടത് ലവ് ആൻഡ് കണക്ഷൻ. ഞാൻ എവിടെ പോകുന്നു? എൻ്റെ കൂടെ വേണം. മക്കൾ എവിടെ ഉണ്ട്? അവരുടെ കൂടെ വേണം. ഇത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യ്, ആ കാര്യത്തിൽ നീ സന്തോഷം കണ്ടെത്തിക്കോ. ഏണിംഗ് മെമ്പറായിട്ട് ഞാൻ മാറിക്കോളാം. അപ്പൊ എന്ത് ചെയ്യണം? എന്നെ നീ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അവിടെ ചിലപ്പോൾ എൻ്റെ കെയർ ചിലപ്പോൾ കുറയും. ചില കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ചില ഇമ്പോർട്ടൻ്റ് ദിവസങ്ങളിൽ, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഫ്ലൈയിങ് ആയിരിക്കും, ഞാൻ എവിടെയെങ്കിലും ജോലിക്കാരുമായിട്ട് പോയെന്നിരിക്കും. ലവ് ആൻഡ് തിരിച്ചു വന്നിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഇടയിൽ വേണം. ബിറ്റ്വീൻ ലൈഫ് പാർട്ട്നേഴ്സ് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ മുജീബിക്കയുടെ നീഡ്സിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. അത് ഇത്തയുടെ കയ്യിൽ കൊടുക്കണം. ഇത്തയുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഇക്കയുടെ കയ്യിലും വേണം. എത്ര ദിവസം എവിടെ പോയിട്ട് വരുമ്പോഴും വരുന്ന വഴിക്ക് ഒരു കുഞ്ഞു കമ്മലോ ഒരു കുഞ്ഞു മോതിരോ എവിടെങ്കിലും സ്വർണത്തിന്റെ ഒരു പൂശിയാ മതി, അതുമായിട്ട് വന്നാൽ മായ ഹാപ്പിയാ, ഫ്ലാറ്റാ. ഇതെനിക്ക് എങ്ങനെ അറിയാം? ഇതെനിക്ക് ഇപ്പം കഴിഞ്ഞ ദിവസവും ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം ചെറിയൊരു സാധനം, ഭയങ്കര സന്തോഷമാണ്. അത് മതി, അവർക്കത് മതി. അവർക്കത് മതിയെന്ന് എനിക്കെങ്ങനെ അറിയാം? അതല്ലാതെ മുജീബിക്കാൻ ഞാൻ ആ വന്ന വരവിൽ 2 കോടി രൂപ മേടിച്ചു, അക്കൗണ്ടിൽ ഇട്ടു, കമ്പനിക്കകത്ത് വന്നു, ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവർക്ക് വേണ്ടത് ആ 250 ദിർഹംസിന്റെ ഒരു ചെറിയ കമ്മല്. 2 കോടി രൂപ നെയിം അക്കൗണ്ടിൽ കിട്ടിയെന്നും പറഞ്ഞിട്ടാണ് നെയിം ഇങ്ങോട്ട് ചാടിക്കേറി വരുന്നത്. ആ അടുത്തിരിക്കുന്ന ആള് ചോദിക്കുന്നത്, എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ല, അങ്ങേർക്ക് 2 കോടി കിട്ടി. നമുക്ക് 2 കോടി കിട്ടിയെന്നല്ല, അങ്ങേർക്ക് 2 കോടി കിട്ടി, എനിക്കെന്ത് കൊണ്ടുവന്നു? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അസ്മലിക്കയുടെ അടുത്ത് ചോദിക്കണം, എന്തായി, മറ്റേ കസ്റ്റമർ കിട്ടിയായിരുന്നോ? മറ്റേ സെയിൽ നടന്നായിരുന്നോ? മറ്റേ സാലറി അവർക്കെല്ലാം കൊടുത്തായിരുന്നോ? അവരെങ്ങനുണ്ട് ഇപ്പോൾ? ചുമ്മാ നിങ്ങൾ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, അവർ പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കുകയൊന്നും വേണ്ട. പക്ഷെ ചുമ്മാതെങ്കിലും ചോദിക്കണം, എങ്ങനുണ്ട് മുജീബിക്ക, നമ്മുടെ ബത്തെ തുടങ്ങിയ ആ ഔട്ട്ലെറ്റ് എങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മുജീബ് പിന്നെ നിർത്താതെ അങ്ങ് പറയും, അതൊന്നും കേൾക്കണ്ട. പക്ഷെ ആ ഒരൊറ്റ ചോദ്യം മതി മുജീബിന് ഹാപ്പി ആകാൻ. എത്ര നാളായി നിങ്ങൾ അവരോട് ചോദിച്ചിട്ട്? എല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെ അല്ലേ? അത് ആദ്യം കയറ്റുന്ന ചോദ്യം ആവരുത് കേട്ടോ.
ചിലരുണ്ട്, എന്റെ ദൈവമേ വല്ലതും നടക്കുവോ, എന്റെ അള്ളുവാ, എന്റെ പടച്ചോനെ എന്തുവാന്നോ ഇങ്ങനെ. ഇതല്ല, ആദി കയറ്റാനല്ല പറഞ്ഞ്. അവർക്ക് അവരുടെ ഗ്രോത്ത്, അതിനെ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് പരസ്പരം വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മളുടെ പാർട്ട്ണറുടെ അടുത്താണ്. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ആകുന്നത്, എനിക്ക് ഗ്രോത്ത്, എനിക്ക് സിഗ്നിഫിക്കൻസ്, എനിക്ക് ഈ പറയുന്ന കിങ്സ് ക്ലബും, എനിക്ക് ഈ കാശും അഷുറൻസും വെറൈറ്റി ഒക്കെ കിട്ടുന്ന എന്തുകൊണ്ടാണ്? എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളെ അവള് നോക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ലോകത്ത് എവിടെ പോയി എന്തൊക്കെ കാര്യങ്ങൾക്ക് പോയാലും ഇവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയേ വേണ്ട. കാരണം ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ദം. അത് എൻ്റെ അച്ഛനെ അമ്മയാണെങ്കിലും എന്നിലേക്ക് വരാനുള്ള എന്ത് കാര്യങ്ങളുണ്ടോ, എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് എൻ്റെ ഭാര്യ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ അവരിൽ കണ്ടുപിടിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വലുതാക്കി 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 പോകുന്നതിന് പകരം അവരുടെ നന്മകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവര് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അവര് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. യു ഷുഡ് ഹാവ് എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉള്ള ഒരു നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു ലിസ്റ്റ് തന്നെ നിങ്ങളുടെ കയ്യിൽ വേണം. എപ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നുന്നോ, എപ്പോൾ നിങ്ങൾക്ക് അവരോട് വാശി തോന്നുന്നോ, എപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കം തോന്നുന്നോ, ഈ ലിസ്റ്റ് എടുത്തൊന്ന് നോക്കിയാൽ മതി. ഓരോന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ദേഷ്യം എത്ര വലുതാണെങ്കിലും അത് അലിഞ്ഞില്ലാതായി പോകും. അതിനത് സ്വന്തം കൈപ്പടയിൽ എഴുതി കൈ വെച്ചേക്കണം, എന്നിട്ട് നോക്കണം. അത് നോക്കുന്നവന് രാത്രി അവളുടെ അടുത്ത് പിണങ്ങിപ്പോയി കിടക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ രാത്രി പോലും നീണ്ടു നിൽക്കരുത് നിങ്ങളുടെ ഇടയിലെ പിണക്കം. കാരണം അത് പിറ്റേന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ബാധിക്കും. ആ പിണക്കം പിന്നീട് നിങ്ങളുടെ അഡിക്ഷനായി മാറും. ആ പിണക്കത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? നിങ്ങളുടെ ബേസിക് നീഡ്സ് നടക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും മറ്റൊരാൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങളെ പൊക്കി പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങളിലേക്ക് മറ്റൊരാൾ കൂടുതൽ ലവ് ആൻഡ് കണക്ഷനുമായിട്ട് വരുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ട് അവർ വരുന്നത്. ആ സമയത്തായിരിക്കും അവർ നിങ്ങൾക്ക് കൂടുതൽ അഷുറൻസ് തരുന്നത്. അപ്പോൾ ഇയാളെ വെറുക്കാനും അവരെ സ്നേഹിക്കാനും ഉള്ള ഒരു കാരണമാക്കി നിങ്ങൾ ഇവരുടെ ചെറിയ പോരായ്മയെ വലുതാക്കി 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 മാറ്റും. ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണം. 2 ടാസ്കാണ് ഞാൻ തരുന്നത്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിന്റെ പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങളുടേത്, നിങ്ങളുടെ പാർട്ട്ണറത്. 2, ഇപ്പൊ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ നമ്മൾ എഴുതുമ്പോൾ ഞാൻ എഴുതുമ്പോൾ എനിക്ക് ആദ്യം എഴുതുന്നതിൽ ഒന്നാണ് എൻ്റെ പപ്പുണ്ണിക്ക് ജന്മം കൊടുത്ത ആ ദിവസം, അവനെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എൻ്റെ മക്കൾ, അവരെ എനിക്ക് തന്നത് അവളാണ്. അവരെ സന്തോഷവാന്മാരാക്കി ആരോഗ്യവാന്മാരാക്കി വളർത്തുന്നത് അവളാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ മൂല കാരണം അവളാണ്. അത്രയും സന്തോഷം വേറെ ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും കെയർ, അത്രയും സ്നേഹം എനിക്ക് വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് എഴുതി വെക്കാത്തത് കൊണ്ടും അത് ഓർത്തെടുക്കാത്തത് കൊണ്ടും അത് നമ്മൾ മറന്നുപോയത് കൊണ്ടുമാണ് അവരോടുള്ള ഇഷ്ടം കുറയുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ വെറുക്കുന്നത്. സോ എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനോട് കൂടി വേണം നമ്മൾ തുടങ്ങാൻ. നന്ദി. അത് ഭർത്താവിനോട് മാത്രമല്ല, ഭാര്യയോട് മാത്രമല്ല, എൻറ്റയർ വേൾഡിനോട്. അന്നത്തെ ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനുള്ള ശ്വാസം അനുവദിച്ചു തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു ദിവസം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും, അല്ലെങ്കിൽ ഭർത്താവും മക്കളും സുഖമായി കിടന്നുറങ്ങുന്നു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുക്കൾ, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് വരുന്നു. നന്ദി. പ്രകൃതിയോട്, ദൈവത്തോട് നന്ദി. പിന്നെ അടുത്ത് കിടക്കുന്ന ആളിനെ ഒന്ന് നോക്കണം, അയാളോടൊരു നന്ദി.
ഞങ്ങളുടെ ജീവിതം ഇത്രയും സന്തോഷകരമാക്കിയ മക്കളോട് ഒരു നന്ദി, നമ്മുടെ ബിസിനസ്സിനോട്, നമ്മുടെ സ്റ്റാഫിനോട്, നമ്മുടെ കസ്റ്റമറോട്, നമ്മുടെ മാതാപിതാക്കളോട്, ഇനി അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്ന കാരണക്കാരായ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നു. ആർക്കൊക്കെ ഈ കൂട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ, ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എവിടെയോ നിങ്ങൾ ഈ നന്ദി പ്രകടിപ്പിക്കാൻ ഇത് അവരെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ആ നന്ദി വേണം. ആര് നന്ദിയില്ലായ്മ കാണിക്കുന്നുവോ അവരിൽ നിന്ന് പണം അകന്നു പോകും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് അട്രാക്ട്സ് വെൽത്ത്. കടപ്പാട്, നന്ദി വിൽ അട്രാക്ട് വെൽത്ത്. സമ്പത്ത് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന സാധനമാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തേണ്ടത് ഫാമിലിയിൽ നിന്നാണ്. അതേ സന്തോഷമാണ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും മക്കളുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ല മക്കളുള്ളവരുണ്ട്. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട്. എന്നും മുജീവിക്ക അവരെ നമ്മളുടെ അണ്ടറിൽ നിർത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അല്ല, അവൻ അവന്റെ കാലേ നിൽക്കണം. ശരിയാണോ? അവൻ അവന്റെ വഴിക്ക് പോകണം, അവൻ അവന്റെ കുടുംബം ഉണ്ടാക്കണം, അവൻ അവന്റെ ജീവിതം തേടി കണ്ടുപിടിക്കണം. ഇതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അതിനുള്ള ഒരു സ്മൂത്ത് വഴിയിൽ അവനെ കയറ്റിവിടാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതേ മൈൻഡിലായിരിക്കണം ബിസിനസ്സിനെയും കാണേണ്ടത്. എന്നും ഞാനുണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ, അങ്ങനില്ല. മനസ്സിലാവുന്നു? മക്കളെ വളർത്തുന്ന പോലെ തന്നെ ആയിരിക്കണം ബിസിനസ്സിനെ വളർത്തുന്നത്. ബിസിനസ്സിനെ ഇൻഡിപെൻഡന്റ് ആക്കണം. മനസ്സിലാക്കുക? ഞാൻ ഇല്ലാതെയും ആ ബിസിനസ് ഓടുന്ന രീതിയിലേക്ക് ആക്കണം. അങ്ങനെ ബിസിനസ്സിലെ നമ്മളുടെ ഇൻവോൾവ്മെന്റ് കുറച്ച് നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണോ അവരുടെ കാലിൽ നിർത്താൻ പ്രാപ്തരാക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മുടെ ബിസിനസ്സിൽ സിസ്റ്റം ഉണ്ടാക്കി പതുക്കെ ബിസിനസ്സിനെ മാറ്റി നിർത്തണം. കാരണം രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്ന്, ബിസിനസ്സിന് ചുറ്റും ലൈഫ് ഉണ്ടാക്കി ജീവിക്കാം. രണ്ട്, ലൈഫിന് ചുറ്റും ബിസിനസ് ഉണ്ടാക്കി ജീവിക്കാം. ഇവർക്കൊരിക്കലും ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഏത്? ബിസിനസ്സിന് ചുറ്റും ലൈഫ് ഉണ്ടാക്കുന്നവർക്ക് ലൈഫിന് ചുറ്റും ബിസിനസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. പക്ഷേ ലൈഫ് പാർട്ട്ണറോട് ഫോർ ദിസ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഞാൻ അവർക്ക് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, 2027 വരെ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെല്ലാം പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരു സമയം ചോദിക്കുകയാണ്. 2027 വരെ പ്ലീസ് വിശ്വസിക്കാം, എന്നെ വിശ്വസിക്കും. ഞാൻ തരികയാണ് അവർക്ക് വേണ്ടി വാക്ക്. കാരണം ഇതിൽ നിൽക്കുന്ന എല്ലാവരും എന്താ ചെയ്യുന്നതെന്നും എങ്ങനെയാ ചെയ്യുന്നതെന്നും വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് ഞങ്ങൾക്ക് തരിക. ഈ പറഞ്ഞ എല്ലാ ബേസിക് നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്യാൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഈ ഗ്രൂപ്പിലെന്നല്ല എല്ലാ ബിസിനസ്സുകാരും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് കുറച്ച് സമയം തരിക. സ്ട്രഗിൾ ചെയ്യുന്നവരോടാണ്. അല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് പതുക്കെ ബിസിനസ്സിൽ സിസ്റ്റം ഉണ്ടാക്കി നിങ്ങൾ ബിസിനസ് ആയിരുന്നു ഇത്രയും നാൾ സെൻട്രൽ, ഇനി അതിനെ റീപ്ലേസ് ചെയ്ത് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് ചുറ്റും ബിസിനസ്സിലേക്ക് മാറുക. ആനന്ദേ, അസ്മലിക്ക, നിങ്ങളൊക്കെ ആ പൊസിഷനിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾ ബിസിനസ്സിനെ സെൻട്രിൽ നിർത്തണ്ട. കാരണം ബിസിനസ് നിങ്ങൾക്ക് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി എന്ത് വേണം? ലൈഫിനെ സെൻട്രലിലേക്ക് നിർത്തുക. കാരണം ഇനി ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഈ 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് ലേഡീസിനുണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് വളർന്നു, ഇനി അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായി, അവർക്ക് ജോലി കുറഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഇനി അവർക്ക് കൂടുതൽ കെയർ കൊടുക്കണം, കൂടുതൽ ലവ് കൊടുക്കണം, കൂടുതൽ സമയം കൊടുക്കണം. പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ ഫാമിലിക്ക്, നമ്മുടെ പാർട്ട്ണർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പണമാണെങ്കിൽ പ്രതിസന്ധികൾ മാറിക്കഴിയുമ്പോൾ അവർക്ക് വേണ്ടത് പണമല്ല, സമയമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദെയർ ലൈഫ് ഈസ് യുവർ ടൈം. അത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റണം. ക്വാളിറ്റി ടൈം. അതായത് നിങ്ങൾ ഈ ഗവൺമെന്റ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഈ ജീവനക്കാരെയും ബിസിനസ്സുകാരായിട്ടുള്ള ഭർത്താക്കന്മാരെയും ഒരുപോലെ കാണരുത് കേട്ടോ. ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രീതി ജീവിക്കാൻ പറ്റും. ഒന്ന്, ലൈഫ്
ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. 2 ലൈഫ് ഇന്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. ലൈഫ് ബാലൻസിങ് ആൻഡ് ലൈഫ് ഇന്റഗ്രേഷൻ. ബാലൻസിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ പാർക്കിൽ പോകത്തില്ലേ, അപ്പൊ അവിടെ ഈ സീസോ ഇല്ലേ, സീസോ. ഈ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം ബാലൻസ് ചെയ്യുന്നു, ഇവിടം ബാലൻസ് ചെയ്യുന്നു. ഇതെന്താണ്? അവരുടെ ജോബ്, ഇത് അവരുടെ ലൈഫ്. ഇതിങ്ങനെ ബാലൻസ്ഡ് ആയി പോകും. ഇങ്ങനെ 2 കുട്ടികള് അല്ലെ നമ്മൾ പോയിട്ട് ഈ സീസോയിൽ ഇരിക്കുക, ഇത് അനങ്ങുന്നില്ല, ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുക. ഒരു സൈഡിൽ മുജീബിക്ക് ഇരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ ഇത്ത ഇരിക്കുന്നു. നിങ്ങൾ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുക, അനങ്ങുന്നില്ല. എന്തെങ്കിലും രസം ഉണ്ടാവുമോ മുജീബിക്ക? ഒന്നുമില്ല. എന്നും ഒരുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഇതാണ് എംപ്ലോയീസിന്റെ ലൈഫ്. അതുകൊണ്ടാണ് അവിടെ സന്തോഷങ്ങൾ കുറവാണ്. നിങ്ങൾ പറയുന്ന പോലെയല്ല. നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ, ശനിയും ഞായറും അവർ കൂടുണ്ട്, അതിനൊക്കെ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ദർ ഈസ് ലാക്ക് ഓഫ് മണി. പക്ഷെ നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ സീസോ എന്ന് പറയുന്നത് ഈ ഇന്റഗ്രേഷനാണ്. എങ്ങനെ? ഇതിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഒരു സൈഡ് ഓഫീസിലെ കാര്യം, അത് കഴിയുമ്പോൾ ലൈഫിലെ കാര്യം. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിലെ ഒരു മെസ്സേജ് അയക്കുന്നു, മറ്റേവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കും, ഒഫീഷ്യൽ കാര്യം. അവിടെ എന്തുണ്ടായി? ബാലൻസിങ് ഉണ്ടായി. ഞങ്ങൾക്ക് അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കൂടെ നിന്ന് കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വരുന്നു, ഞങ്ങൾ അതിലേക്ക്. അപ്പം ഈ ഒരു സീസോയാണ് ഈ എൻജോയ്മെന്റ്. ഇങ്ങനെ ഒരു ബിസിനസ് ലൈഫ് ഇന്റഗ്രേഷൻ എൻജോയ് ചെയ്യാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയണം. അപ്പം നിങ്ങളുടെ കൂട്ടുകാരിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ബിസിനസ്സുകാരന്റെ കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇതിലുണ്ടാകുന്ന രസം ഒരിക്കലും ഇതിലുണ്ടാവത്തില്ല. ആ ഇന്റഗ്രേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഈ 6 നീഡ്സും സാറ്റിസ്ഫൈഡ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനോട് കൂടുതൽ 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 താല്പര്യം വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ വി വിൽ ബിക്കം എ ന്യൂ പേഴ്സൺ. പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് മാറാനായിട്ട് പറ്റും. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ നമ്പർ 1 പ്രയോറിറ്റി ഫോർ യു? ഈ 6 എണ്ണത്തിൽ നിങ്ങളുടെ നമ്പർ 1 ഏതാണ്? വാട്ട് ഈസ് യുവർ നമ്പർ 1 നീഡ് ഇൻ ലൈഫ്? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആ നീഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ 50% ഹാപ്പിയാണ്. ആ ബേസിക് നീഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ലൈഫ് പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിൽ 50% നിങ്ങൾ ഹാപ്പിയാണ്. അതെന്ത് എന്ന് പരസ്പരം മനസ്സിലാക്കി ആ ഒരു നീഡിൽ ഫോക്കസ് ചെയ്യുക. 2, 3, 4, 5, 6 ആ പ്രയോറിറ്റി ഉണ്ടാക്കുക. ഞാൻ ചാരിറ്റി ചെയ്യുന്നു, എൻ്റെ സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ വിവാഹ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജനുവരി 1 നടത്തുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ജനുവരി 1 എന്ന ഡേറ്റിന്റെ പ്രത്യേകത വെച്ചാണ്. അല്ലെങ്കിൽ അത് നടത്തുന്നതിന്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് മായയാണ്. കാരണം അവളുടെ നമ്പർ 1 നീഡ് ലവ് ആൻഡ് കണക്ഷൻ ആണെങ്കിൽ നമ്പർ 2 ഈസ് കോൺട്രിബ്യൂഷൻ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് മായയുടെ 2ാമത്തെ നീഡ് ലിസ്റ്റിൽ നിൽക്കുന്ന, പ്രയോറിറ്റി ലിസ്റ്റിൽ നിൽക്കുന്നത് കോൺട്രിബ്യൂഷനാണ്. അവക്ക് വേണ്ടി, അവളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വിവാഹങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ മായ എൻ്റെ അടുത്ത് പറഞ്ഞ, കുഞ്ഞൂട്ടൻ വളർന്നല്ലോ, നമുക്കിനി അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയാലോ? അപ്പം ഞാൻ എന്താ പറഞ്ഞേ, നീ എന്താ ആഗ്രഹിക്കുന്നത്? ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വിവാഹം കഴിച്ചു വിടണം. എല്ലാ വർഷവും നമുക്ക് 5 പേരെ വെച്ച് വിവാഹം കഴിപ്പിച്ചേക്കാം, പ്രശ്നമില്ലല്ലോ. 5 മക്കളായല്ലോ. അപ്പം നമുക്ക് 5 മക്കളെ കഴിഞ്ഞ വർഷം കെട്ടിച്ചു, ഈ വർഷം നമ്മൾ 5 മക്കളെ കെട്ടിക്കാൻ പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവളുടെ 2ാമത്തെ നീഡ് അതാണെന്ന് മനസ്സിലാക്കിയിട്ടാ എഹിയേക്കാ ഞാനത് ചെയ്യുന്നത്. 65 ലക്ഷം രൂപയാ. പക്ഷെ അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ നീഡിനേക്കാളും ഞാൻ അവിടെ നോക്കുന്നത് അവളുടെ നീഡാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ അവക്ക് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും? നിങ്ങളൊക്കെ പറയാറില്ലേ, അനിൽ സാറിന്റെ ജീവിതത്തിലെ പുണ്യമാണ് മായേച്ചി. മായയാണ്, സത്യമാണ്, എൻ്റെ പുണ്യമാണ്, എൻ്റെ എല്ലാ ഐശ്വര്യമാണ്, എൻ്റെ വിജയത്തിൻ്റെ ഒരേ ഒരു കാരണക്കാരിയാണ്. ഇത് അവക്ക് മനസ്സിലാകാനുള്ള റീസൺ, ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടല്ല, അവൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുന്നത് കൊണ്ടാണ്.
അല്ലാതെ എനിക്ക് വേണ്ടത് അവളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യല്ല ഞാൻ ചെയ്യുന്നത്. അവക്ക് എന്താണോ വേണ്ടത് അത് കണ്ടെത്തി ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ആവശ്യമാണ്. അപ്പം നമ്മളുടെ പാർട്ട്ണറുടെ ആ ബേസിക് നീഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഈ ഹാപ്പിനെസ് എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് എന്നൊന്ന് പഠിക്കണം. ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ഹോർമോണിൽ നിന്നാണ്. സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്ത് ഈ ഒരു പ്രത്യേക തരം ഹോർമോൺ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നത്, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. എന്താണ് ആ ഹോർമോൺ? 4 തരം ഹോർമോണിൽ നിന്നാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഏതാണ്? 4 തരം ഹോർമോണിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഒന്നിന്റെ പേരാണ് ഓക്സിറ്റോക്സിൻ. 2 എൻഡോർഫിൻ. 3 ഡോപ്പമൈൻ. 4 സെറോട്ടോണിൻ. ഈ 4 ഹോർമോൺ നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷം വരുന്നത്. എന്തൊക്കെയാണ്? 1 ഓക്സിറ്റോസിൻ, 2 എൻഡോർഫിൻ, 3 ഡോപ്പമൈൻ, 4 സെറോട്ടോണിൻ. എങ്ങനെയാണ് ഈ ഹോർമോണിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സന്തോഷത്തിന്റെ ഹോർമോൺ നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതായത് സന്തോഷം നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ പറ്റും. നമുക്ക് ഈ കെമിക്കൽ ഫോർമേഷൻ നമ്മളുടെ ശരീരത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറത്തു നിന്നൊന്നും വേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് സന്തോഷം പുറത്തല്ല അന്വേഷിക്കേണ്ടത്, സന്തോഷം അകത്താണ് ഉണ്ടാവേണ്ടത്. 1 എൻഡോർഫിൻ ഉണ്ടാവാൻ കുടുംബത്ത് മസ്റ്റായിട്ട് നമ്മളെല്ലാവരും എക്സർസൈസ് ചെയ്തിരിക്കണം. എക്സർസൈസ് ചെയ്യുമ്പോൾ, ശരീരം അനങ്ങുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്നാണ് എന്ത് വരുന്നത്? എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ സന്തോഷം വരണമെങ്കിൽ എൻറ്റയർ ഫാമിലി എക്സർസൈസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ഒന്നും പറ്റില്ല, വരാന്തയിലെങ്കിലും വീടിന് ചുറ്റുമെങ്കിലും 2 റൗണ്ട് സ്പീഡിൽ കൈവീശി നടക്കണം. ആ ശീലം വീട്ടിലുണ്ടാക്കണം. ആ എക്സർസൈസിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ ഉണ്ടാക്കുന്നത്. ആ എൻഡോർഫിൻ നമുക്ക് സന്തോഷം തരും. ഇത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് നടക്കുക. ഒന്ന് സ്പീഡിൽ, ഇനി പുറത്തിറങ്ങാൻ പറ്റും, മുറിക്കകത്തായാലും ഒന്ന് സ്പീഡിൽ നടക്കുക. ഒന്ന് ജസ്റ്റ് ശരീരം ഒന്ന് അനക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് എന്തുണ്ടാവും? സന്തോഷത്തിന്റെ ഹോർമോണായ എൻഡോർഫിൻ ഉണ്ടാവും. 2 ഡോപ്പമൈൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? ഡോപ്പമൈൻ്റെ മറ്റൊരു പേര് തന്നെ റിവാർഡ് ഹോർമോൺ എന്നാണ്. എന്താണ് റിവാർഡ്? അപ്രിസിയേഷൻ. മറ്റൊരാളെ ഒന്ന് അഭിനന്ദിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത്, അതായത് ഞാൻ അരുൺ VPയെ അഭിനന്ദിക്കുക, ഞാൻ ആനന്ദിനോട് പറയണം, ആനന്ദേ വെരി ഗുഡ്. ആനന്ദിൽ മാത്രമല്ല ആ സന്തോഷത്തിന്റെ ഹോർമോൺ ഉണ്ടാകുന്നത്, അപ്രിഷിയേറ്റ് ചെയ്യുന്ന എന്നിലും. അപ്പൊ സനൂപെ ഒന്ന് തോളെ തട്ടിക്ക്, അടുത്തിരിക്കുന്ന ആളുടെ തോളേലൊന്ന് തട്ടിക്ക്. ആടി അല്ല പറഞ്ഞത്, അവിടേക്കും എന്താ നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലും നമ്മളുടെ ഉള്ളിലും ഡോപ്പമൈൻ സൃഷ്ടിക്കപ്പെടും. ഇത് നമുക്ക് നല്ല ഉറക്കം സമ്മാനിക്കും, നല്ല ഷാർപ്പ് മെമ്മറി നമുക്ക് ഉണ്ടാക്കി തരും. അപ്പം മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്താൽ, മറ്റൊരാളെ ഒന്ന് ബ്ലെസ് ചെയ്താൽ, മറ്റൊരാളോട് ഒരു ഇതിന്റെ പേര് തന്നെ ഗുഡ് ഹോർമോൺ എന്നാ, ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് ഡോപ്പമൈനെ അറിയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? മറ്റേ സിഗ്നിഫിക്കൻസ്, ആ ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെ കിട്ടുന്നുണ്ട്? 1 നമ്മളുടെ എക്സർസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, 2 നമ്മൾ ഈ പറഞ്ഞ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, മറ്റൊരാളിനെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? സെറോട്ടോണിൻ. മറ്റൊരാളിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന സാധനമാണ് ഏത്? സെറോട്ടോണിൻ എന്ന് പറയും. ഓക്സിറ്റോസിൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹഗ് ചെയ്യുമ്പോൾ, കിസ് ചെയ്യുമ്പോൾ, ഒന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ, ഹാൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ, കൈക്കൊന്ന് പിടിച്ചേ, പാർട്ട്ണറുടെ കൈക്കൊന്ന് പിടിച്ചേ, ആ കൈക്കൊരു ഉമ്മ കൊടുത്തേ. ഒരു പേടിയും വേണ്ട, ഒരു മടിയും വേണ്ട, കൈക്കൊരു ഉമ്മ കൊടുത്തേ. യെസ്, അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഓക്സിറ്റോക്സിൻ. ഇത് നമ്മളുടെ മക്കൾക്കും കൊടുക്കണം.
ഒരു മടിയും വേണ്ട. മക്കളുടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം മായ ചേർത്ത് പിടിച്ച് നെറ്റിക്ക് ഒരു ഉമ്മ കൊടുക്കും. ചെന്ന് കയറിയാലും ഞാൻ കെട്ടി, മക്കൾ അവിടെ ഇരുന്ന് അവർ കാണണം. അതുകൊണ്ട് എന്താണ്, മക്കൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഓടി വന്ന് ഞങ്ങൾക്ക് ഉമ്മ തരും. അതുകൊണ്ട് തന്നെ അവൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ രണ്ടുപേരും ഓടി വന്ന് ഞങ്ങൾക്ക് ഉമ്മ തരും. അവര് എഴുന്നേറ്റ് വന്നാൽ ഓടി വന്ന് ഞങ്ങൾക്ക് ഉമ്മ തരും. കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കാണുന്നു. ഇത് നമ്മളുടെ വീട്ടിലൊരു സന്തോഷം സൃഷ്ടിക്കുന്നു. ഏത്? ഓക്സിറ്റോസിൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ. അപ്പൊ ഇത് എവിടുന്നാ വരുന്നത്? ഹഗ്, കിസ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്കത് വരുന്നത്. നല്ല നല്ല മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ, വീട്ടിൽ നല്ല മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞങ്ങൾ ഈ കിങ്സ് ക്ലബിന്റെ ഒക്കെ പ്രോഗ്രാമിന് വരുമ്പോൾ ഇവർ ഡാൻസ് ചെയ്യുന്നതൊക്കെ, ആ സമയത്ത് നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നുണ്ട്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശരീരം അനങ്ങുന്നതുകൊണ്ട് എൻഡോർഫിനും ഉണ്ടാകുന്നുണ്ട്. ഡാൻസ് ആൻഡ് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഓക്സിറ്റോസിനും ഉണ്ടാകുന്നുണ്ട്. സോ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ ഹോർമോൺസ് സൃഷ്ടിക്കപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമുക്ക് ഈ പ്രശ്നങ്ങൾ ജീവിതത്തിൽ? ഈ ഡോപ്പമൈൻ്റെ കുറവാണ് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോപ്പമൈൻ്റെ അഭാവം നമ്മളെ എവിടേക്ക് എത്തിക്കും? ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അപ്പം റിവാർഡ്, മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു പിശുക്കും വിചാരിക്കേണ്ട, ഒരു മടിയും വിചാരിക്കേണ്ട. ധൈര്യത്തെ പാർട്ട്ണറെ ഇന്നോട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക. കളിയാക്കുകയല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആക്കി പറയുന്നതല്ല. സത്യസന്ധമായി, ആത്മാർത്ഥമായി, മനസ്സിൽ തട്ടി അപ്രിഷിയേറ്റ് ചെയ്താൽ നമ്മളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഡോപ്പമൈൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഈവൻ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇപ്പോഴും മമ്മൂക്ക ഒരു സീൻ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഫിലിം നമ്മൾ കണ്ടിട്ട്, മമ്മൂക്കയുടെ സൂപ്പർ സീനായിരുന്നു, അത് സൂപ്പർ ഷോട്ടായിരുന്നു, അല്ലെ, അടിപൊളി സിനിമയായിരുന്നു, പുള്ളിയുടെ ഉള്ളിലും ഈ ഡോപ്പമൈൻ ഉണ്ടാവും. ഇതാ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്നിപ്പോ ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിന്റെ അകത്തേക്ക് കുറേ മെസ്സേജസ് വരും. സാറേ, ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു സാർ. ഇത് കേൾക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഇത് കേൾക്കുന്ന എൻ്റെ ഉള്ളിലും ഡോപ്പമൈൻ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ ഡോപ്പമൈൻ്റെ കുറവ് സെക്സിനെ ബാധിക്കും. സെക്ഷുവാലിറ്റി കുറയുന്നത് ഡോപ്പമൈൻ കുറയുമ്പോഴാണ്. കാരണം ലോ ഡോപ്പമൈൻ ലീഡ്സ് ടു ഡിപ്രഷൻ. അപ്പൊ ഈ ലോ ഡോപ്പമൈൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ശ്രദ്ധ കിട്ടാതെ വരുമ്പോഴാണ് ഡോപ്പമൈൻ്റെ അളവ് കുറയുന്നത്. ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ ഡോപ്പമൈൻ്റെ അളവ് കുറയും. ഇനി സെറോട്ടോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇറ്റ് കംസ് ഫ്രം സെർവിങ് അതേഴ്സ്, ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കും. അപ്പം നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നത് നമ്മളുടെ മക്കൾ കാണണം. മുജീബിക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ മക്കൾ അറിയണം. കാരണം അത് അവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരറിയുമ്പോൾ അവരുടെ ഉള്ളിലും ഇത് ചെയ്യണമെന്ന് തോന്നും. അതിൽ നിന്നാണ് അവന് സന്തോഷം കിട്ടുന്നത്. അതിൻ്റെ പേരാണ് സെറോട്ടോണിൻ. ഓക്സിറ്റോക്സിൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്. അത് കിട്ടുന്നത് ഐ കോണ്ടാക്റ്റിലൂടെ. എത്ര നാളായി നിങ്ങൾ അവരുടെ കണ്ണിലൊന്ന് നോക്കിയിട്ട്? ആനന്ദേ, ഒന്ന് നോക്കിക്ക്, ഞങ്ങളൊന്ന് കാണും, രണ്ടുപേരും ഒന്ന് കണ്ണിൽ നോക്കിക്ക്. ആ ഐ കോണ്ടാക്റ്റിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഓക്സിറ്റോക്സിൻ. ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച്, ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ചേർത്തൊന്ന് പിടിച്ച്, അവിടെ രണ്ടുപേരിലും ഉണ്ടാകുന്നതാണ് ഓക്സിറ്റോക്സിൻ. കാരണം ഓക്സിറ്റോക്സിന്റെ പേര് തന്നെ ലവ് ഹോർമോൺ എന്നാണ്. ലവ് ഹോർമോൺ. ആ കിസ്സിൽ നിന്ന്, ആ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവരടുത്തിരിപ്പുണ്ടല്ലോ, കൈക്കൊന്ന് പിടിക്കുക, കൈക്ക് പിടിച്ചുകൊണ്ട് അതൊക്കെ ഒരു ഫീലാണ്. ആ സമയത്ത് നല്ല മ്യൂസിക് ഇട്ട് എന്നിട്ട് ഇബ്രാഹിമിക്ക വീട്ടിൽ നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു ഡാൻസ് ഒക്കെ ചെയ്തേക്കണം കേട്ടോ. ഭയങ്കര രസമാണെന്ന്. കാരണം നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാവും? നമ്മളുടെ ഉള്ളിൽ ആ ഹാപ്പി ഹോർമോൺ സൃഷ്ടിക്കപ്പെടും. ഇനി ഇതുണ്ടാകാൻ ഇത് മാത്രം പോരാ, നമുക്ക് വേണമെങ്കിൽ ഫുഡിൽ കൂടിയും നമുക്ക് ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. ഒന്നാണ് അവക്കാഡോയിൽ നിന്ന് നമുക്ക് ഹാപ്പി ഹോർമോൺസുകൾ സൃഷ്ടിക്കുന്നുണ്ട്. എഗ്, മുട്ട, ചോക്ലേറ്റ്, കോക്കനട്ട്, ഹണി, ബനാന, ടർമറിക്, ടൊമാറ്റോ, ഓറഞ്ച്, ജിഞ്ചർ, വാൾനട്ട്, ഗ്രീൻ ടീ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഹാപ്പി ഹോർമോൺസുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാനെന്ന ഒരു ട്രെയിനർ അല്ല, ഐ എം എ പ്രാക്ടിക്കൽ പ്രാക്ടീഷണർ. നടപ്പാക്കുന്ന കാര്യം മാത്രം പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ലൈഫ് എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി എന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ലൈഫിൽ ഏതൊക്കെ കയറ്റവും ഇറക്കവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ ഓരോ കയറ്റത്തിലും ഓരോ ഇറക്കത്തിലും തിരിച്ചു വരുന്നത് എങ്ങനെ, അതിനേക്കാൾ മുകളിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലെ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഹാപ്പി ഹോർമോൺസ് 4 തരം ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിൻ, എൻഡോർഫിൻ, ഡോപ്പമൈൻ ആൻഡ് സെറോട്ടോണിൻ.
ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയാലും നമ്മുടെ ജീവിതത്തിലേക്ക് ചിലർ കടന്നു വരും. അവരെ വിളിക്കുന്ന പേരാണ് ടോക്സിക് പീപ്പിൾ. ഇവർ വരുന്നത് തന്നെ നമ്മളിലേക്ക് വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ്. അവര് വരുമ്പോ നമുക്കൊരു ഫീൽ ഉണ്ടാകും, ഏത്, നമ്മളുടെ ബേസിക് നീഡ്സ് ഒക്കെ ഇവർ വഴി നടക്കുന്നുണ്ട് എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. അത് വെറും തോന്നൽ മാത്രമാണ്. ഈ ടോക്സിക് ആളുകൾ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മളുടെ എസ്പെഷ്യലി ഫാമിലി ലൈഫിൽ നിന്ന് ഈ 6 തരം ടോക്സിക് ആളുകളെ മാറ്റി നിർത്തണം. ടോക്സിക് പീപ്പിൾ, 6 ടൈപ്സ് ഓഫ് ടോക്സിക് പീപ്പിൾ. അത് ഇനി സ്വന്തം അമ്മയാണെങ്കിലും ശരി, സ്വന്തം അച്ഛനാണെങ്കിലും, സ്വന്തം അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും മാറ്റി നിർത്തണം. ഒന്നാമത്തതാണ് ദ എനർജി ഡ്രെയിനർ. നമ്മളെ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ നിങ്ങളുടെ ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള അങ്ങനെ ഒരാളിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒന്നാമത്താണ് ദ എനർജി ഡ്രെയിനർ. ഇവരെന്ത് ചെയ്യും? നമ്മളെ ഇങ്ങനെ ടെൻഷൻ ആക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഒരു കാര്യമില്ലാതെ ഇവരിങ്ങനെ നമ്മളെ ആദി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് നമ്മൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല. അതിന് എപ്പം നമ്മൾ സന്തോഷിക്കുന്ന കണ്ടാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി നമ്മളെ സങ്കടപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു ഇഷ്ട വിനോദമാണ്. ഇവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം. ആരെ? ഈ എനർജി ട്രെയിനേഴ്സിനെ ഒഴിവാക്കി നിർത്തണം. രണ്ടാമതാണ് ദ ഫേക്ക് കോംപ്ലിമെന്റർ. നമ്മളെ ആവശ്യമില്ലാതെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മളോട് ഒട്ടും എമ്പതി ഇല്ല, പക്ഷെ നമ്മളെ ഇങ്ങനെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സുഖിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ വരുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, അവന്മാർക്കൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ. അവര് നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഒറ്റ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. അതല്ലാതെ അതൊന്നും ആത്മാർത്ഥമല്ല. ആ പറയുന്നതൊക്കെ ഒരു ബേസിക് നീഡിന് വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് അവർ നമ്മളെ ഫേക്ക് ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. എന്ത് നിങ്ങൾ ചെയ്താലും അവർ പറയാൻ അടിപൊളിയാണ്. കാരണം എന്താ? അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരെന്ത് ചെയ്യും? ഫേക്ക് കോംപ്ലിമെന്റ്സ് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ എമ്പതി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവത്തില്ല. നമ്മളെ എപ്പോഴും ഇവരിങ്ങനെ ഒരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് നിർത്തിക്കൊണ്ടേയിരിക്കും. യുവമാരാണ് ഒരു ബന്ധവും ഇല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയ മെസ്സഞ്ചറിലൊക്കെ കയറി മെസ്സേജ് ഇട്ട് അതിൽ കൂടി കണക്ട് ചെയ്ത് വരുന്നതൊക്കെ ഈ ഫേക്ക് കോംപ്ലിമെന്റിന്റെ അകത്ത് വരുന്നവന്മാർ. ഇവർ പിടിക്കുന്നത് എവിടെയാ? നമ്മുടെ സിഗ്നിഫിക്കൻസിൽ. നമ്മുടെ ബേസിക് നീഡ് ഉണ്ടല്ലോ, അത് ഇവർ സാറ്റിസ്ഫൈ ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ ആള് ദ ഫേക്ക് കോംപ്ലിമെന്റർ. മൂന്നാമത്തതാണ് ദ പെസിമിസ്റ്റ്. പെസിമിസ്റ്റിന്റെ പ്രത്യേകത, അവരെപ്പോഴും സെൽഫിഷ് ആയിരിക്കും. അവരുടെ കാര്യം മാത്രം. നിങ്ങളെ എപ്പോഴും അവർക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഒരു കാര്യത്തിനും നമ്മളുടെ കൂടെ അവർ നിൽക്കത്തില്ല. അവരെപ്പോഴും നമ്മളിങ്ങനെ വലിച്ച് താഴെ ഇട്ടുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും അവരുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മളുടെ എല്ലാ സ്വപ്നത്തെയും ചവിട്ടി തേച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഒരു സ്വപ്നവും നമ്മളൊരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു കാര്യം അയ്യോ അതൊന്നും നടക്കുന്ന കാര്യമല്ല, നിനക്ക് വേറെ ഒരു പണിയില്ലയോ, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മളെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിക്കുകയും എന്നാൽ നമ്മളെ എപ്പോഴും വലിച്ചു താഴെ ഇടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, നമ്മളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലയും തരത്തില്ല, പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും നിലകൊള്ളണം. അതാണ് ദ പെസിമിസ്റ്റ്. മൂന്നാമത്തതാണ് ദ ക്രിറ്റിസൈസറിന്റെ പ്രത്യേകത, എന്ത് ചെയ്താലും കുറ്റം, തൊട്ടതും പിടിച്ചതും എല്ലാം കുറ്റം. അത് അവിടെ വെച്ചാ കുറ്റം, ഇത് ഇവിടെ വെച്ചാ കുറ്റം, അത് അങ്ങോട്ട് മാറ്റിയ കുഴപ്പം, ഇങ്ങോട്ട് മാറ്റിയ കുഴപ്പം. എന്ത് നിങ്ങൾ ചെയ്താലും അവര് ഹാപ്പി ആവത്തില്ല. ഒരു കാര്യത്തിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൊട്ടത്തരം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ദ ക്രിറ്റിസൈസർ. ജീവിതത്തിൽ നല്ല ക്രിറ്റിസൈസേഴ്സ് നമുക്ക് വേണം. നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന നല്ല ക്രിറ്റിസൈസേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മളുടെ നാശത്തിന് വേണ്ടി, നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി, നമ്മൾ എപ്പോഴും സങ്കടപ്പെടാൻ വേണ്ടി ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അഞ്ചാമത്തതാണ് ദ മാനിപ്പുലേറ്ററിന്റെ പ്രത്യേകത, അവരെപ്പോഴും നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും.
അവർ പറയുന്നതേ നമ്മൾ ചെയ്യാവുള്ളൂ, അവരാഗ്രഹിക്കുന്നതേ നമ്മൾ അവര് നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും അവർക്ക് നമ്മളോട് സ്നേഹമില്ല. നമ്മളുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കണം. എന്ത് ഡിസിഷൻ, ഈവൻ ഒരു ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കുന്നത് പോലും അവരായിരിക്കും തീരുമാനിക്കുന്നത് എന്ത് കഴിക്കണമെന്ന്. ഒരു കാര്യത്തിനും അവരുടെ ബെനിഫിറ്റ് മാത്രമല്ലാതെ അവർ നോക്കത്തില്ല. അതാണ് ദ മാനിപ്പുലേറ്റർ, നമ്മളെ എപ്പോഴും കൺട്രോൾ ചെയ്ത് പോകുന്ന ആളുകൾ. ആറാമത്തതാണ് ദ വിക്ടിം. ദ വിക്ടിം വിക്ടിം എന്താ? ഇരവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എപ്പോഴും ഇവർക്കിങ്ങനെ ശ്രദ്ധ കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിനെപ്പോഴും എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, ഇവരിങ്ങനെ എന്തിനു മറ്റുള്ളവരുടെ സഹതാപം കിട്ടണം, അതിന് ഇവരിങ്ങനെ ഇരവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ദ വിക്ടിം. 6 തരം ടോക്സിക് ആളുകളുണ്ട്. ഒന്ന് ദ എനർജി ഡ്രെയിനേഴ്സ്, ഇവരെന്താ ചെയ്യുന്നത്? നമ്മളെ ടെൻഷൻ ആക്കിക്കൊണ്ടേയിരിക്കും. 2 ദ ഫേക്ക് കോംപ്ലിമെന്റർ, ചുമ്മാ നമ്മളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. 3 ദ പെസിമിസ്റ്റ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം നമ്മളുമായിട്ട് അടുക്കുന്നത്. 4 ക്രിറ്റിസൈസർ, എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. 5 ദ മാനിപ്പുലേറ്റർ, അവർ പറയുന്നതിന് അപ്പുറത്തൊന്നും ചെയ്യാൻ പാടില്ല, അവരുടെ ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു. 6 ദ വിക്ടിം, അവരെപ്പോഴും ഒരു ഇരവാദം ഉന്നയിച്ച് അവരിലേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള 6 തരം ആളുകളും നമ്മുടെ കുടുംബജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത്, ലൈഫ് പാർട്ട്ണറുടെയോ നമ്മുടെ മക്കളുടെയോ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരാളാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ടോക്സിക് പേഴ്സൺ ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് പാർട്ട്ണറെ ആയിക്കോട്ടെ, മക്കളുടെ ആയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ ആയിക്കോട്ടെ, ചേട്ടന്റെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തായിക്കോട്ടെ, ഈ 6 തരം ടോക്സിക് ബിഹേവിയർ നമ്മളിൽ ആദ്യം ഉണ്ടാവരുത്. ഒരിക്കലും മുജീബിക്ക ഇത്താടെ അടുത്തൊരു മാനിപ്പുലേറ്റർ ആവരുത്. എല്ലാം മുജീബിക്കയുടെ മാത്രം ഇഷ്ടം. എവിടെ പോകണമെന്ന് മുജീബിക്ക തീരുമാനിക്കും, അവരെന്ത് ഇടണമെന്ന് മുജീബിക്ക തീരുമാനിക്കും, അവരെന്ത് കഴിക്കണമെന്ന് മുജീബിക്ക. മാനിപ്പുലേറ്റർ ആവരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ ടോക്സിക് ബിഹേവിയർ എടുത്ത് കളയണം. എന്നിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം, എൻ്റെ ലൈഫ് പാർട്ട്ണറെയോ എൻ്റെ കുടുംബത്തോ ഞാൻ ഇങ്ങനെ ഒരാളാവില്ല എന്ന തീരുമാനം നിങ്ങൾക്ക് പരസ്പരം എടുക്കാൻ പറ്റിയാൽ യു വിൽ ബി ദ ഹാപ്പിയസ്റ്റ് കപ്പിൾ ഇൻ ദിസ് വേൾഡ്. അതിന് ജീവിതത്തിൽ അതിന് എത്ര വലിയ സുഹൃത്തായിക്കോട്ടെ, കൂടപ്പറപ്പായിക്കോട്ടെ, സ്വന്തം അമ്മയായിക്കോട്ടെ, ഈ 6 എണ്ണത്തിൽ പെട്ടതാണ് അവരെങ്കിൽ കുടുംബത്തിന് പുറത്ത് നിർത്തിയേക്കുക. അവരെ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനോ, നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചോ വൈഫിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒരഭിപ്രായം പറയാനോ ഈ ടോക്സിക് ആളുകളെ കൊണ്ട് സമ്മതിക്കരുത്. നമ്മുടെ കുടുംബത്തിന്റെ അടിവേര് ഇളക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അത് ഫേക്ക് കോംപ്ലിമെന്റർ ആയാലും, മാനിപ്പുലേറ്റർ ആയാലും, ബ്ലെയിം ചെയ്ത വിക്ടിം റോളിൽ നിൽക്കുന്ന പെസിമിസ്റ്റ് ആയാലും, ആരാണെങ്കിലും ശരി, ഈ 6 തരം ആളുകളെ നമ്മുടെ ലൈഫിന്റെ 7 അയലത്ത് കയറ്റാൻ പാടില്ല. ഇനി സ്വന്തം കുടുംബത്തിങ്ങനെ ഉണ്ടെങ്കിൽ മാറി താമസിച്ചു. സ്വന്തം കുടുംബത്തിങ്ങനൊക്കെ ഉണ്ടെങ്കിൽ മാറി താമസിക്കണം. കാരണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ കുടുംബം വേണം, അവിടെ സന്തോഷം കിട്ടണം, നമ്മുടെ ബിസിനസ് വളരണം. അതിന് കുടുംബത്താദ്യം സന്തോഷം വരണം. അവൈലബിലിറ്റി കൂടുമ്പോഴാണ് ഈ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനെല്ലാം അതിൻ്റെ അർത്ഥത്തിൽ മാത്രം ഉൾക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് 6 ബേസിക് നീഡ്സ് പഠിച്ചു, സന്തോഷം കണ്ടെത്താനുള്ള 4 ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചു, നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ട 6 ടോക്സിക് ആളുകളെ കുറിച്ചും പഠിച്ചു. ഈ 3 കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഉറപ്പു തരാം 80% കുടുംബങ്ങളും സന്തോഷമായിരിക്കും. പിന്നുള്ളതാണ് 20%, അത് മക്കളും, പിന്നെ 10% സമ്പത്തും, പണം. സമ്പത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ 80%ന്റെ കാര്യം നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനമാക്കാമെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മളെ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എന്താ ഇന്നില്ലാത്ത?
എന്താ ഇല്ലാത്ത? എല്ലാം തന്നില്ലേ? നമുക്ക് ആരോഗ്യം തന്നില്ലേ? നമുക്ക് നല്ലൊരു ഭർത്താവിനെ അല്ലെ ഭാര്യയെ, നല്ലൊരു കുടുംബം തന്നില്ലേ? നമുക്ക് ഉള്ളതാണെങ്കിൽ പോലും ഇപ്പൊ ഇത് സ്ട്രഗിൾ ചെയ്യുന്നവർ കാണും, അവരോട് പറയാണ്, പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവര് ജീവനോടില്ലേ കൂടെ? എത്ര ഭാര്യമാര് ഭർത്താക്കന്മാര് പെട്ടെന്ന് മരണപ്പെട്ടവര് നമ്മളുടെ ഇടയിൽ താമസിക്കുന്നുണ്ടല്ലേ? അങ്ങനെയുള്ള അവസ്ഥയൊന്നും നമുക്കുണ്ടായിട്ടില്ലല്ലോ. അപ്പം ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് പറ്റണം, എങ്കിലേ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന്റെ അടുത്തേക്ക് കൂടുതൽ സമ്പത്ത് വരൂ, കൂടുതൽ സന്തോഷം വരൂ. കൂടുതൽ എന്തും വരുന്നത് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നവർക്ക്. അല്ലാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താതെ മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും അത് നേടാൻ പറ്റില്ല. ഇനി അത് നേടിയാൽ തന്നെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അവർക്ക് കിട്ടില്ല. സോ ഇന്ന് എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. അവരുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ. അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ബേസിക് നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്തേ പറ്റൂ. അത് മീറ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ സന്തോഷം ഉണ്ടായേ പറ്റൂ. സന്തോഷം ഉണ്ടാവണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്തേ, 4 ഹോർമോൺ സൃഷ്ടിച്ചേ പറ്റൂ. നിർബന്ധമാക്കണം, മക്കളിൽ ഉൾപ്പെടെ. 3, ഈ 6 തരം ആളുകളെ ഒഴിവാക്കുക. ഈ 6 തരം ആളായിട്ട് നമ്മൾ മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ ആവശ്യമില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകൾ, ആവശ്യമില്ലാത്ത പഴയ സ്കൂളിലെ ഗ്രൂപ്പുകൾ, ഇതിലെല്ലാം ഈ ടോക്സിക് ആളുകളാണ്. അവന്റെ കുടുംബത്തെ ചില ആളുകളുണ്ട്, ഈ വിക്ടിം, അവരുടെ പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് 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 നമുക്കും അങ്ങ് ഭ്രാന്ത് പിടിക്കും ചില സമയത്ത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിയേക്കുക. എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ കാശ് കൊടുത്ത് സഹായിച്ചേക്കുക, അല്ലാതെ അവരുടെ കഥ കേൾക്കാൻ നിൽക്കരുത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരും, ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരാളുടെ പോലും കഥ കേൾക്കാൻ ഞാൻ നിൽക്കത്തില്ല. ആ എന്താണ് കാരണം? ആ കഥ കേൾക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും ആ നെഗറ്റിവിറ്റിയിലേക്ക് പോകും. ഈ പറയുന്ന ആളുകളെ സഹായിക്കുക, പക്ഷെ അവരുടെ കഥ കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ മനസാക്ഷി ഇല്ലാത്തവരാണ് എന്നല്ല. അങ്ങനെ കേൾക്കാൻ പോയാൽ ഒരുപാട് പേരെ സഹായിക്കാൻ കഴിവുള്ളവരാ നമ്മൾ. ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക, പുള്ളിക്ക് നേരിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. അതിന് ദൈവം ബിസിനസ്സുകാരന്റെ രൂപത്തിലാണ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും രൂപത്തിലാണ് പടച്ചോൻ നേരിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പടച്ചോന് നേരിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റാത്ത പലതും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അത് കുറച്ച് ടോക്സിക് ആളുകൾ വിചാരിച്ചാൽ നമ്മളെ തളർത്താൻ പറ്റരുത്. അതിന് അവരെ ഒഴിവാക്കി നിർത്തുക. നമ്മൾ അങ്ങനെ ആവുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അത് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ട്നേഴ്സായ നിങ്ങളും കൂടെ അത് ഉറപ്പുവരുത്തിയാൽ നമ്മളുടെ കുടുംബജീവിതം അടിപൊളിയായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നേടിത്തരാൻ ഈ കിങ്സ് ക്ലബിലെ ഓരോ മെമ്പർമാരും പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും, ഇന്ന് നിങ്ങൾ കേട്ട് കാണും, പ്ലഡ്ജോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. കിങ്സ് ക്ലബ്ബ് ബിസിനസ് വളർത്താൻ വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല, നല്ലൊരു മനുഷ്യനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു അവർക്ക് വേണ്ടി, ഇവരുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ട്. അത് പുറമേ കാണാത്തത് ഞങ്ങളുടെ ടെൻഷൻ കൊണ്ടാകാം, പ്രഷർ കൊണ്ടാകാം, ഓഫീസിലെ പ്രതിസന്ധികൾ കൊണ്ടാകാം. പലതും നിങ്ങളെ അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം. നമുക്ക് ഒന്നിച്ച് നിന്നാൽ എന്തും നേടാൻ പറ്റും ഈ ലോകത്ത്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ, ലൈഫ് പാർട്ട്ണറുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് പോലും ബിസിനസ്സിലെ നല്ല ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പിണങ്ങിയിരുന്നാൽ, നിങ്ങൾ വഴക്കിട്ടിരുന്നാൽ, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇന്ന് ഞങ്ങളോട് പറയണം. നിങ്ങളുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് പറയണം. പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങളത് സാറ്റിസ്ഫൈ ചെയ്യും. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ജീവിതം എന്ന് ഞങ്ങൾ ഉറപ്പു തരും. കിങ്സ് ക്ലബിലുള്ള ഓരോ ബിസിനസ്സുകാരന് വേണ്ടി ഞാൻ ഉറപ്പു തരുന്നു, അവർ വഴിതെറ്റിപ്പോവില്ല. എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവർ നല്ലൊരു മനുഷ്യനായിരിക്കും. കാരണം ഈ കിങ്സ് ക്ലബിലുള്ള ഓരോരുത്തരും അങ്ങനെയാണ്. ഇതൊരു കൂട്ടം നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടത്തിൽ അവരെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, വി വിൽ ടേക്ക് കെയർ ഓഫ് യു. വീണ്ടും കണ്ടുകൊള്ളാം. താങ്ക് യു സോ മച്ച്.